സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വി എ ശ്രീകുമാർ, പുത്തൂരാണ് സ്വദേശം. പുത്തൂർ ശ്രീ തിരുവുരായിക്കൽ ദേവസ്വം ഭരണസമിതിയുടെ സെക്രട്ടറി കൂടിയാണ്. ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ കോമ്പയറർ അല്ലെങ്കിൽ ഈ ചടങ്ങ് നിയന്ത്രിക്കുന്ന ആൾ, അങ്ങനെ എന്ത് വിശേഷങ്ങൾ വേണമെങ്കിൽ നൽകാം. എന്നാലും ഈ ചടങ്ങിൻ്റെ നടത്തിപ്പ് എൻ്റെ കൂടെ അവകാശമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എനിക്ക് തൃത്താമര ഗ്രാമ സമൂഹ നിവാസികളോട്, എനിക്കും പുത്തൂരിലെ മറ്റു ജനങ്ങൾക്കും അസൂയുണ്ട്. കാരണം ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം ഒക്കെ, ഞങ്ങളുടെ ഗുരു, ഞങ്ങളുടെ വഴികാട്ടി, ഞങ്ങളുടെ അമ്പലത്തിനെ ഓരോ വർഷവും അത്യുന്നതങ്ങളിലേക്ക് കൊണ്ട് നയിക്കുന്ന ഞങ്ങളുടെ എല്ലാം ഒരു മെൻറ്റർ, അങ്ങനെയൊക്കെ കരുതിയിരുന്ന ഉണ്ണി നമ്പൂതിരിപ്പാടിന് ആചാര്യരത്ന പുരസ്കാരം പുത്തൂരിന് മുമ്പ് തന്നെ തൃത്താമര ഗ്രാമക്കാർ കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസൂയപ്പെടുത്തുന്ന കാര്യം. എന്നാൽ അഭിമാനവുമുണ്ട്, വളരെ 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 അഭിമാനമുണ്ട്. കാരണം അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധി, അദ്ദേഹം ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി മാത്രമല്ല, മൊത്തം ഒരു സമൂഹത്തിൻ്റെ നായകൻ കൂടെയാണ് എന്ന് എത്രയോ തവണ തിരിച്ചറിഞ്ഞ ആളുകളാണ് പുത്തൂരുകാർ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ചടങ്ങിന് ഈ ഒരു രീതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട്. ആദ്യമായിട്ട് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് സമാരംഭിക്കാം. ആദ്യ തിരി തെളിക്കുന്നതിനായി ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ അമ്മയും യശശരീരനായ അണ്ടലാടി നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ സഹധർമ്മിണിയുമായ ഭദ്ര അന്തർജനത്തിനെ സ്നേഹത്തോടെ ഭക്തിയോടെ സ്വാഗതം ചെയ്യുന്നു. വലിയ സുഹൃതം അല്ലാതെ മറ്റെന്തു പറയാൻ. മകനെ ഒരു നാട് ആദരിക്കുന്ന ചടങ്ങിന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്, അല്ലെങ്കിൽ ഭദ്രദീപം തെളിയിച്ചത്
അദ്ദേഹത്തിൻ്റെ അമ്മയാണ്. അമ്മയുടെ അനുഗ്രഹമാണ് ആ തിരിയിലേക്ക് തെളിഞ്ഞത്. അടുത്തതായി പ്രാർത്ഥന. ഈ ചടങ്ങിന് പ്രാർത്ഥന ആലപിക്കുവാൻ വേണ്ടി വെള്ളിനേഴി ഹരികൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. സദ്ഗുരും തം നമാമി. അടുത്തതായി സ്വാഗതം ആശംസിക്കുക എന്ന ചടങ്ങാണ്. ഇവിടെ ഈ വേദിയിൽ ഒരുപാട് ബഹുമാന്യരായ സജ്ജനങ്ങളുണ്ട്. അവരെപ്പറ്റിയെല്ലാം ഒരു ആമുഖത്തോടുകൂടി സ്വാഗതം ചെയ്യുക എന്ന ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണെങ്കിൽ ഓരോരുത്തരെക്കുറിച്ചും ഏകദേശം 1 മണിക്കൂറോളം സംസാരിക്കാനുണ്ടാവും. കാരണം അത്രയും പ്രശസ്തരും പ്രഗത്ഭരും ജ്ഞാനികളും ആദരണീയരുമായിട്ടുള്ള ആളുകളാണ് ഈ വേദിയിലിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ M.R. മുരളി, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇത്രയും കാലം അദ്ദേഹം ഏതിലെല്ലാം ഏർപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹത്തിന് സൽപ്പേര് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാണിക്കുന്ന ജാഗ്രതയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാണിക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ്. ശ്രീ M.R. മുരളിയെ സ്നേഹപൂർവം ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന് ഒരു മുഖവര കൊടുക്കാൻ ഞാൻ ആളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു പക്ഷേ ഈ ഭാരതദേശത്തിനെ, ഈ കേരള നാടിനെ എല്ലാം ലോകോത്തര തലത്തിൽ അല്ലെങ്കിൽ ലോകമാകെ പ്രശസ്തി കൊണ്ടെത്തിച്ച വാസ്തുവിദ്യ കലയുടെ അവസാന വാക്കായ നമ്മുടെ എല്ലാം ആദരണീയനായ ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രസൻസ് തന്നെ മതി ഈ ഒരു ചടങ്ങിനെ ധന്യമാക്കാൻ. ഞാനാണ് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത്. ഇങ്ങനൊരു ചടങ്ങിനെ പറ്റി അദ്ദേഹത്തിനോട് പറഞ്ഞു.
അപ്പം അദ്ദേഹം അധികം പുറത്തൊന്നും അങ്ങനെ സഞ്ചരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ മകനാണ് കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഇങ്ങനെ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ആദരവ് ചടങ്ങാണ്, അദ്ദേഹത്തിനൊരു ആചാര്യരത്നം പുരസ്കാരം തരുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു ചടങ്ങാണ്, അതിൽ അങ്ങ് ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്താൻ വരണം എന്ന് പറഞ്ഞപ്പോൾ എന്നാണ് എന്ന് പോലും ചോദിച്ചില്ല. വേറെ തിരക്കുണ്ടോ എന്ന് ചോദിക്കാനും കൂടെ സമയം തന്നില്ല. ഞാൻ വരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്ത് തിരക്കുണ്ടായിട്ടുണ്ടെങ്കിലും എത്ര വലിയ ചടങ്ങുകൾ പങ്കെടുക്കാമെന്ന് ഏറ്റാലും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഈ ചടങ്ങിന് വരും എന്നാണ് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതായത് അദ്ദേഹം അത്രമാത്രം വാത്സല്യത്തോടുകൂടി അത്രമാത്രം ആദരവോടുകൂടി ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ കാണുന്നു, അണ്ടലാടി കുടുംബത്തിനെ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ശ്രീ കാണിപ്പിയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന് ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2 വാസ്തുശാസ്ത്രവിദ്യയിലെ 2 വലിയ നാമങ്ങളാണ്, അല്ലെങ്കിൽ 2 മഹാരഥന്മാരാണ് ഈ വേദിയിലുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഈ നോട്ടീസ് ഡിസൈൻ ചെയ്യുന്ന സമയത്തും അതുപോലെ ഫ്ലെക്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ രൂപം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നല്ല താടിയൊക്കെ നീട്ടി വളർത്തിയ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ദീക്ഷ കഴിഞ്ഞ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പുതിയ രൂപത്തിൽ വന്നത് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ചൈതന്യം, മുഖത്തിലുണ്ടായിരുന്ന ചൈതന്യത്തിനെ പറ്റി ഞാൻ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിനോട്. അപ്പോൾ വാസ്തുശാസ്ത്രവിദ്യയിലെ കേരളത്തിൻ്റെ മറ്റൊരു അഭിമാനമാണ് വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഇവിടെ ഈ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയും അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗോപിയേട്ടനെ കുറിച്ച് ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ എന്താ പറയുക? ഗോപിയേട്ടനില്ലാതെ ഈ നാട് ഒരിക്കലും ഗോപിയേട്ടൻ്റെ പേര് പറയാതെ പരിപൂർണമാവില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലും ഇവിടുത്തെ ഓരോ വീടുകളിലും ഗോപിയേട്ടൻ നിറസാന്നിധ്യമാണ്. ഗോപിയേട്ടൻ പറയുന്നതാണ് ഈ നാട്ടിലെ ശരി. ഗോപിയേട്ടൻ പറയുന്നതാണ് ഈ നാട്ടിൽ നടക്കുക. അതിന് ഗോപിയേട്ടൻ ഒരു AK-47 തോക്കെടുത്തിട്ടോ അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ കാണുന്ന പോലെ വാളെടുത്തിട്ടോ ജീപ്പിൽ ചുറ്റിയടിക്കണമെന്നില്ല എല്ലാവരെയും ഭയപ്പെടുത്തി ചെയ്യിക്കാൻ. അദ്ദേഹം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തി ഗോപിയേട്ടൻ പറയുന്നതാണ് ശരി എന്ന് ഈ നാട്ടിൽ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഗോപിയേട്ടൻ ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഗോപിയേട്ടൻ മധ്യസ്ഥം പറഞ്ഞാൽ അത് എൻ്റെ നന്മയ്ക്കാണ് എന്ന് ആ വീട്ടിലൊരു കുട്ടി മുതൽ ആ വീട്ടിലൊരു മുത്തശ്ശനും മുത്തശ്ശിയും വരെ അംഗീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗോപിയേട്ടൻ ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നുള്ളതാണ്. ഗോപിയേട്ടൻ്റെ സാന്നിധ്യം ഈ വേദിക്ക് മാറ്റുകൂട്ടുന്നു. ഗോപിയേട്ടനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇവിടെ ആചാര്യരത്നം പുരസ്കാരം സ്വീകരിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ള ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ നിറഞ്ഞ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹം പറയുന്നതിലെ സത്യസന്ധത, സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള വാശി, നന്മ മാത്രമേ പറഞ്ഞു തരുള്ളൂ എന്നുള്ളൊരു നിർബന്ധം, തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം, ഇതെല്ലാം പോരെ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കാൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്ത്രമുള്ള, എനിക്ക് തോന്നുന്നു 30ഓളം ക്ഷേത്രങ്ങളിൽ, എൻ്റെ തെറ്റായിരിക്കും, എൻ്റെ കണക്ക് ഞാൻ ചിലപ്പോൾ കുറവായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, 30ഓളം ക്ഷേത്രങ്ങളിൽ അദ്ദേഹത്തിന് തന്ത്രമുണ്ട്. ഈ 30ഓളം ക്ഷേത്രങ്ങളിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളിലൂടെ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം പറയാനുള്ള ഒരു കാര്യമാണ്, ഉണ്ണി നമ്പൂതിരിപ്പാട് ഞങ്ങൾക്ക് തന്ത്രി മാത്രമല്ല, ഞങ്ങൾക്ക് ഗുരുസ്ഥാനീയൻ കൂടിയാണ് എന്ന്. ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല ഉണ്ണിക്ക്.
വളരെ ഈ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ മഹത്വവും ഇതേപോലൊരു ചടങ്ങിൽ വെച്ച് ഒരു നാട് ഒന്നടങ്കം ആദരിക്കുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ നേർക്കാഴ്ചയും അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചയുമെല്ലാം ഇനിയും നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം വലിയ ബഹുമാന പുരസ്സരം, വളരെ സ്നേഹപുരസ്സരം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അഗ്രഹാരം പ്രസിഡന്റ് ഇവിടെയുണ്ട്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ അമ്മ ഭദ്ര അന്തർജനത്തിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ വേണ്ടി നമ്മളെ ഉദ്ഘാടകനായും പുരസ്കാര ദാനത്തിനായും ഇവിടെ നമ്മളുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പരിപാടി കഴിഞ്ഞ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പറഞ്ഞ് കൊണ്ടിരിക്കെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ഈ ഹാളിലേക്ക് കടന്നു വരികയാണ്. വളരെ ബഹുമാനപുരസ്സരം, സ്നേഹത്തോടെ, അഭിമാനത്തോടെ നമുക്ക് ശ്രീ കെ രാധാകൃഷ്ണൻ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്തത് പരിചായകം. അതിന് ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വാണീവനാലയമുദഞ്ചിതമന്ദഹാസം വാത്സല്യഭാരഭരതിമ്യതപാംഗമോക്ഷം വാപീതടാലയഗതം കുലദൈവതം തത്തേജശുകാലയഗതം ച പരം ഭജാമ. ആസ്താം താവതീയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സാംവത്സരി ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതി ഉന്നതോപി തനയസ്തസ്യൈ ജനന്യൈ നമഃ. വേദിയിലും സദസ്സിലുമിരിക്കുന്ന ഗുരുതുല്യരായ എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് അണ്ടലാടി ഉണ്ണി നമ്പൂതിരിക്ക് ഒരു പുരസ്കാരം കൊടുക്കണം, അതിന് വരണം എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് മുഴുവനും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തലാണ് വേണ്ടത്. വൈകുണ്ഠത്തിൽ ചെന്ന് വിഷ്ണുവിനെ പരിചയപ്പെടുത്തുന്ന പോലെ ആയിത്തീരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിത് പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ, വൈകുണ്ഠത്തിൽ ചെന്ന് വിഷ്ണുവിനെ പരിചയപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ആ ഒരു അവസ്ഥയിലേക്കാണ്. എന്നാലും ഏതോ മഹത്തായ ഒരു പാരമ്പര്യത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇവിടെ വന്ന് രണ്ട് വാക്ക് സംസാരിക്കാനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാനും സാധിച്ചു. ഒരു കാരണമില്ലാണ്ട് വല്ലുണ്ടാവില്ലല്ലോ. ഒന്നാലോചിച്ച് നോക്കാം. പട്ടാമ്പി അണ്ടലാടി മനയിൽ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെയും മാന്തിട്ട മകളായ ഉണിക്കാളി അന്തർജനത്തിൻ്റെയും മകനായി 1970 കർക്കിടക മാസത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചു. രണ്ട് കുടുംബത്തിൻ്റെ മാഹാത്മ്യം ഇവിടെ പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കുടുംബം അണ്ടലാടി നമ്പൂതിരി ഒരു കാലത്ത് ഇന്നും കുറേ താന്ത്രിക പാരമ്പര്യത്തിലും വേദപാരമ്പര്യത്തിലും എല്ലാം പ്രസിദ്ധമായിരുന്ന ഒരു കുടുംബം.
പ്രസിദ്ധമായ കുടുംബം. അതുപോലെ തന്നെ ഒരു കാലത്ത് പണ്ഡിതന്മാർ മാത്രം ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് മാന്തിട്ട. മാന്തിട്ട കുഞ്ചു നമ്പൂതിരി എന്ന് പറയണമെങ്കിൽ നമുക്ക് 7 ജന്മം ജനിക്കണം. അദ്ദേഹത്തിൻ്റെ പേര് പറയണമെങ്കിൽ അത്രയും മഹാത്മ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറയണമെങ്കിൽ. അതുപോലെ പണ്ഡിതന്മാരായിട്ടുള്ള ആ കുടുംബത്തിൽ ജനിച്ച, അപ്പോൾ ആ 2 കുടുംബത്തിൻ്റെ പാരമ്പര്യവും ഈ മകനിലേക്ക് കിട്ടി. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പാരമ്പര്യ പേരായിട്ടുള്ള പരമേശ്വരൻ എന്ന് പേരിട്ടു. ഉണ്ണി എന്ന് വിളിക്കുവാൻ തീരുമാനിച്ചു. ഉണ്ണിയേട്ടൻ എന്ന് സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചു പോരുന്നു. 4 സഹോദരിമാർ, ഒരു സഹോദരൻ. ഉഷ റിട്ടയർഡ് ടീച്ചർ, രമ ടീച്ചർ, പ്രസന്ന ഒരു ടീച്ചർ തന്നെ, ലീല, ഇങ്ങനെ 4 പേര്. വിഷ്ണു അനിയൻ താന്ത്രിക കാര്യങ്ങളും കാര്യസ്ഥതയൊക്കെ ആയിട്ട്. അവിടെയും ഒരു പ്രത്യേകതയുണ്ട്. ഏട്ടനെ എന്ത് വിചാരിക്കണു അതുപോലെ പ്രവർത്തിക്കാൻ കഴിവുള്ള, അനിയനെ എന്ത് വിചാരിക്കണു അതുപോലെ പ്രവർത്തിക്കാനുള്ള ഒരു ഏട്ടനും. അത് എല്ലാ കുടുംബത്തിലും ലഭിക്കില്ല. ഒരു ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെയുള്ളൊരു സഹോദര ബന്ധം. 7ാം ക്ലാസ് വരെ പുലാശ്ശേരി UP സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ, പ്രീ ഡിഗ്രി പട്ടാമ്പി സംസ്കൃത കോളേജിൽ പഠിച്ചിറങ്ങി. പാരമ്പര്യമായിട്ട് സമാവർത്തനത്തിന് ശേഷം വേദസംസ്കൃത താന്ത്രികാചാര്യനായിരുന്ന അണ്ടലാടി നമ്പൂതിരിയെ പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞു വരുമ്പോൾ ദിവാരൻ നമ്പൂതിരിയെ പറ്റി ഓർക്കാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിനു മുമ്പ് പണ്ഡിതന്മാരുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഓർമ്മയുള്ള കാലത്ത് അദ്ദേഹത്തിനെ സ്മരിക്കാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സമാവർത്തനത്തിന് ശേഷം വേദസംസ്കൃത താന്ത്രികാചാര്യനായിരുന്ന അണ്ടലാടി വലിയ ദിവാരൻ നമ്പൂതിരിയുടെ അടുത്തും അച്ഛൻ നാരായണൻ നമ്പൂതിരിയുടെ അടുത്തും പാരമ്പര്യ സമ്പ്രദായത്തിൽ തന്ത്രം പഠിച്ചു. ഇവിടെ അണ്ടലാടി വലിയ ദിവാരൻ നമ്പൂതിരിയെ പറ്റി ഓർക്കുമ്പോൾ ആ കാലത്ത് കൽപ്പുഴ ദിവാരൻ നമ്പൂതിരിപ്പാടുണ്ട് താന്ത്രികാചാര്യനായിട്ട്, അതുപോലെ തന്നെ അണ്ടലാടി ദിവാരൻ നമ്പൂതിരിപ്പാടുണ്ട്. ഇദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദത്തിലും പ്രാഗൽഭ്യമുണ്ട്, താന്ത്രിക കാര്യങ്ങളിലും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളാണ്. കൽപ്പുഴ നമ്പൂതിരി വേദം പഠിച്ചിട്ടുണ്ടെങ്കിലും താന്ത്രികാചാര്യൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പാരമ്പര്യ സമ്പ്രദായത്തിൽ തന്ത്രം പഠിച്ചു. 13ാം വയസ്സ് മുതൽ താന്ത്രിക കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. 1985 തന്ത്രവിദ്യാപീഠത്തിൽ ചേർന്നു. താന്ത്രിക കുലപതിയായ കൽപ്പുഴ ദിവാരൻ നമ്പൂതിരിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഗുരുനാഥന്മാരുടെയും കാരണവന്മാരുടെയും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് 16ാമത്തെ വയസ്സിൽ പട്ടിത്തറ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ നവീകരണ കലശത്തിൻ്റെ ആദ്യമായിട്ട് ക്രിയ ചെയ്തു. അന്ന് ഈ മഹൽ വ്യക്തികളെല്ലാവരും ഉള്ള സമയത്ത് അവരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ആദ്യത്തെ ജീവാവാഹന ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെ. ഇതിന് ശേഷം ഏകദേശം 300-ൽ കൂടുതൽ നവീകരണ കലശങ്ങളിൽ ചുമതലയായിട്ടും ക്രിയയ്ക്ക് കൂടുതലായിട്ടും 300-ലധികം നവീകരണ കലശങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള തിരക്കിൻ്റെ ഇടയ്ക്കും കുടുംബജീവിതവും വേണമല്ലോ, അല്ലെങ്കിൽ അവിടുന്ന് പരമ്പര വർദ്ധിക്കണ്ടേ. ആ ഒരു മറ്റേ അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ കുടുംബജീവിതവും വേണം. സമാനശീലാഭിതീയ വല്ലഭ എന്ന് മേൽപ്പത്തൂർ നാരായണൻ പട്ടേരി കുചേലവൃത്തത്തിൻ്റെ ഭാഗത്ത് കുചേലപത്നിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സമാനശീലയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പേരാങ്ങല്ലൂർ എന്ന് പ്രസിദ്ധമായ ഇല്ലത്തുനിന്നും വേളിയഴിച്ചു. സമാനശീലത്വം തന്നെ വേണം അതിന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ നല്ല തിരക്കിട്ട് യാത്ര, ഇവിടെ അതുപോലെ തന്നെ വിചാരിച്ചുകൊണ്ട് കുടുംബം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ആ തിരക്കിന് ഇതിനെ മാനിച്ചുകൊണ്ട് കുടുംബജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. രാധ എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു പേരാങ്ങല്ലൂർ എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഇല്ലത്തുനിന്ന്. 2 കുട്ടികൾ,
ഭദ്ര പരമേശ്വരൻ, 3ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി, ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, പാലക്കാട്. അണ്ടർ 23 കേരള വിമൻസ് ക്രിക്കറ്റ് ടീം പ്ലെയർ. അഞ്ജന പരമേശ്വരൻ, +2 വിദ്യാർത്ഥിനി, ഗവൺമെൻറ് മോയൻസ് സ്കൂൾ, പാലക്കാട്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിനെ പറ്റി സാമാന്യമായിട്ടൊന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. തന്ത്രസമുച്ചയകാരൻ, തന്ത്രസമുച്ചയത്തിൻ്റെ 1ാം പടലത്തിൽ ഗുരുലക്ഷണം പറയുന്നിടത്ത് വിപ്രകുലീന കൃത സംസ്ക്രിയൗഘ സ്വധീത വേദാഗമതത്വവേത്ത വർണ്ണാശ്രമാചാരപരോധി ദീക്ഷോ ദക്ഷസ്തപസ്വീ ഗുരുരാസ്തുഗോസ്തു എന്ന് പറഞ്ഞിടത്ത് ഗുരു ആരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഗുരു എന്ന് പറയുന്നിടത്ത് ആദ്യം വിപ്ര എന്ന ശബ്ദമാണ് പ്രയോഗിച്ചത്. ബ്രാഹ്മണനോ ബ്രാഹ്മണൻ്റെ വേറൊരു പര്യായമോ അല്ല അവിടെ പറഞ്ഞത്, വിപ്ര. ആ വിപ്രശബ്ദം എന്താ പറയാൻ കാരണം എന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിന് വിവരണകാരനും വ്യാഖ്യാനത്തിൽ ബ്രാഹ്മണനൊന്നും പറഞ്ഞിട്ടില്ല. ഇതിന് വിവരണകാരൻ പറഞ്ഞത് വിപ്ര ഇതി ഗുരുരസ്തീതി സംബന്ധ, ഗുരുവിനെ പറ്റി പറഞ്ഞതുകൊണ്ട് വിപ്ര. ബ്രാഹ്മണൻ എന്നൊന്നും അവിടെയും പറഞ്ഞില്ല എന്നർത്ഥം. എന്താണ് വിപ്രശബ്ദം തന്നെ പ്രയോഗിക്കാൻ കാരണം ഒന്നും കൂടി ആലോചിക്കുമ്പോൾ വിപ്ര വിശേഷേണ പ്രാതി പൂരയതി ഷഡ്കർമ്മണി എന്നാണ് ഇതിൻ്റെ ധാത്വർത്ഥം. വിദ്യയായാതി വിപ്രത്വം, വിദ്യ അഭ്യസിച്ചാൽ മാത്രമേ വിപ്രനാവുള്ളൂ. മറ്റത് ബ്രാഹ്മണനാവാം, ദ്വിജനാവാം, വിദ്യ കയ്യിലുണ്ടാവണം. വിദ്യ എന്ന് പറഞ്ഞാലോ എന്തെങ്കിലും വിദ്യ മതിയോ എന്നാണെങ്കിൽ ഭാരതം ലോകത്തിന് മുഴുവൻ പ്രകാശമാക്കിക്കൊണ്ടിരിക്കുന്നത് ആത്മീയതയിൽ മാത്രമാണ്. ആത്മീയതയില്ലെങ്കിൽ ഭാരതമില്ല. അതിൻ്റെ അടിസ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ, അടിസ്ഥാന ശിലകളാണ്. ആ ആത്മീയതയ്ക്ക് പറയണതായിട്ടുള്ള 14 വിദ്യകൾ, 14 4 18 വിദ്യകൾ പറയുന്നുണ്ട്. അംഗാനി വേദാശ്ചത്വാരോ മീമാംസ ന്യായവിസ്തര പുരാണം ധർമ്മശാസ്ത്രം ച വിദ്യാഹ്യേതാശ്ചതുർദശ മനുസ്മൃതിയിൽ പറയുന്നതാണ്. വേദങ്ങൾ 4, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. വേദാംഗങ്ങൾ 6, ശിക്ഷാവ്യാകരണം, നിരുക്തം, കൽപ്പം, ഛന്ദസ്, ജ്യോതിഷം, മീമാംസ, ന്യായശാസ്ത്രം, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇങ്ങനെ മൊത്തം 14. ഉപവേദങ്ങൾ ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം. അർത്ഥശാസ്ത്രം എന്ന് പറയുന്നവരുണ്ട്. സ്ഥാപത്യവേദത്തിനാണ് കൂടുതൽ ആൾക്കാരും പറയണത്. ഇങ്ങനെ മൊത്തം 18 എണ്ണമാണ് വിദ്യാസ്ഥാനങ്ങൾ. ഈ വിദ്യകൾ അഭ്യസിച്ച ആളെ മാത്രമേ വിപ്രൻ എന്ന് പറയാൻ പാടുള്ളൂ, വിപ്രശബ്ദം കൊണ്ട് പറയാൻ പാടുള്ളൂ. രൂഢിയായിട്ടുള്ള അർത്ഥമാണ് ബ്രാഹ്മണൻ എന്നൊക്കെ ധരിക്കാമെന്നുണ്ടെങ്കിലും വിപ്രൻ എന്നുള്ള പ്രയോഗിക്കണമെങ്കിൽ, ഒരാളെ പറയണമെന്നുണ്ടെങ്കിൽ ഈ 18 വിദ്യകളും സ്വായത്തമാവണം. മുഴുവനൊന്നും ആവില്ല, എന്നാലും ഈ 18 എണ്ണത്തിൽ എന്താ വെച്ചാൽ പറഞ്ഞു പോകുമ്പോൾ വിഷയം തന്ത്രശാസ്ത്രം ആയതുകൊണ്ട് കുറച്ച് അതിലേക്കും കൂടി ഒന്ന് കിടക്കട്ടെ. ഈ 18 എണ്ണത്തിൽ തന്ത്രശാസ്ത്രം പറയണില്ല. അങ്ങനെ വരുമ്പോൾ ഭാരതീയ വിദ്യകളിൽ തന്ത്രത്തിന് സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവിടെ സുപ്രസിദ്ധ ശാസ്ത്രവര്യനായ ശ്രീ മധുസൂദന സരസ്വതി തൻ്റെ പ്രസ്ഥാനഭേദം എന്ന പ്രബന്ധത്തിൽ ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനൊക്കെ എന്താ വെച്ചാൽ ആചാര്യന്മാരായിട്ടുള്ള പറഞ്ഞ ആൾക്കാർ എവിടെയോ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇതിനൊക്കെ അടിസ്ഥാനം. അത്ര ഉപപുരാണാനാം അപി പുരാണേ അന്തർഭാവ വൈശേഷികശാസ്ത്രന്യായേ വേദാന്തശാസ്ത്രസ്യ മീമാംസായാം മഹാഭാരതരാമായണയോ സാഖ്യ പാതഞ്ജലപാശുത വൈഷ്ണവാദീനാം ച ധർമ്മശാസ്ത്രേ ഏവമിളിത്വ ചതുർദശ വിദ്യ. പാശുപത വൈഷ്ണവാദീനാം ച എന്ന അംശം കൊണ്ട് തന്ത്രപ്രസ്ഥാനത്തെയും ആഗമങ്ങളെയും സംഹിതകളെയും ധരിച്ചു കൊള്ളണം. തന്ത്രാണാം ധർമ്മശാസ്ത്രേന്തർഭാവ എന്ന വരിവസ്യാരഹസ്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ഭാസ്കരരായമഖി സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഈ വാക്യം. അപ്പോൾ തന്ത്രം അതിലൊതുങ്ങി. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന് ഗുണമായിട്ടുള്ള ശാസ്ത്രങ്ങളേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നത് തന്നെ അങ്ങനെയാണ്. പണ്ട് 100 ആൾക്ക് ഗുണം വരുന്നതായിട്ടുള്ള ഒരു വിദ്യ എനിക്ക്
എൻ്റെ പാരമ്പര്യത്തിലേക്ക് വരണേ ഈശ്വര എന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. അല്ലാണ്ട് ഇത്ര കോടി രൂപ കിട്ടുന്ന ഒരു വിദ്യ എന്നല്ല. അവിടെയാണ് നമുക്കൊക്കെ തെറ്റുപറ്റിയത്. ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് ധരിച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങി. ലോകത്തിൻ്റെ ഗുണത്തിനായിരിക്കണം നമ്മളുടെ വിദ്യകൾ, ഒരു 10 അളക്കെങ്കിലും ഗുണം. അതായിരുന്നു ഭാരതീയ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം. അത് കഴിഞ്ഞിട്ട് കുലീനൻ എന്നാണ് പറഞ്ഞത്. കുലീനൻ എന്ന് പറഞ്ഞാൽ വിശിഷ്ടകുലജാത, വിശിഷ്ടകുലത്തിൽ ജനിച്ച ആൾ. അത് പറയാണ്ട് തന്നെ അറിയാം. ഈ ഗുണങ്ങളെല്ലാം ഒതുങ്ങിയിട്ടുള്ള അണ്ടലാടി ഉണ്ണിയേട്ടന് ഒരു പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ച ഈ അഗ്രഹാരത്തിലെ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി കൊണ്ടും പറഞ്ഞുകൊണ്ടും എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഭാരവാഹികൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തണു. ഒന്നും കൂടി ഈ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ ഉത്തരോത്തരം വളർന്ന് ലോകത്തിന് മുഴുവൻ ഗുരുവായി തീരാൻ സാക്ഷാൽ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി ശ്രീ MR മുരളി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിനെ ആദരിക്കുവാൻ വേണ്ടി ഭാരവാഹികളെയും ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ, കേരളത്തിൻ്റെ ആരാധ്യനായ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ കെ രാധാകൃഷ്ണൻ, ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാട്, ഈ വേദിയിൽ പരിചായകം നിർവഹിച്ച ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട്, വേദിയിലുള്ള മഹനീയ സാന്നിധ്യം ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, പ്രിയപ്പെട്ട ശ്രീ AV ഗോപിനാഥ്, വേദിയിലുള്ള ശ്രീകുമാർ, മറ്റ് ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പ്രിയപ്പെട്ട മാതാവ്, മറ്റു സഹോദരന്മാരെ, അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിനെ ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും ഏതാണ്ടൊരു 3.5 വർഷം മുൻപാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം. എന്നാൽ ഈ 3.5 കൊല്ലം കൊണ്ട് അദ്ദേഹം എനിക്ക് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ധാരാളം ക്ഷേത്രങ്ങളുടെ തന്ത്രിവര്യനാണ്. അതോടൊപ്പം തന്നെ ഈ 3.5 കൊല്ലം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒട്ടും അതിശയോക്തിയോടുകൂടിയല്ല ഞാനോട് പറയുന്നു. ഈ പറയുന്നതിൽ അല്പം പോലും അതിശയോക്തിയില്ല എന്ന് അദ്ദേഹത്തിനറിയാം എന്ന ബോധ്യം എനിക്കുണ്ട്. ഇന്ന് അദ്ദേഹം എനിക്കൊരു ആത്മസുഹൃത്താണ്, സഹോദരതുല്യനാണ്.
ആ നിലയിലുള്ള ഒരു അഭേദ്യമായ ബന്ധം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ക്ഷേത്രങ്ങളിലെ താന്ത്രിക കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമല്ല, ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളുടെ ഭരണപരമായ കാര്യങ്ങൾ, മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളുടെ ഭരണരീതിയും മറ്റ് ദേവസ്വം ബോർഡുകളിലെ ഭരണരീതിയും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അതേപ്പറ്റിയെല്ലാം ധാരാളമായി സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ബന്ധം അദ്ദേഹവുമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ വലിയ പുരസ്കാരത്തിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതൊരു വലിയ ഭാഗ്യമാണ്. ഒരു സഹോദരന് ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരത്തിൻ്റെ വേദിയിൽ സന്നിഹിതനാവുക എന്നൊരു സുഖം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്നാണ്. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. അതിൻ്റെ മലയാളം എങ്ങനെയാണ് ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നായത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്താണ്. സത്യത്തെ കൊണ്ടുള്ള പരീക്ഷണങ്ങളാണ്. പരീക്ഷണങ്ങൾക്കുള്ള ടൂൾ, പരീക്ഷണങ്ങൾക്കുള്ള കാര്യങ്ങൾ സത്യമാണ്. അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത് സത്യം കൊണ്ടാണ്. സത്യം അന്വേഷിച്ചുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ എന്ന് പറയാം. എന്നാൽ ആ പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തിയത് സത്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാനിതിവിടെ പറഞ്ഞത് മഹാത്മാഗാന്ധിയെ ഉണ്ണി നമ്പൂതിരിപ്പാടിനോട് സാമ്യം ചെയ്യാനോ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ മഹാത്മാഗാന്ധിയോട് സാമ്യം ചെയ്യാനോ അല്ല. ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും നിസ്വാർത്ഥത കൊണ്ടും നടത്തുന്ന സേവനമാണ് എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്. അദ്ദേഹം നടത്തുന്നത് സത്യസന്ധത അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പ്രവർത്തന മണ്ഡലത്തിൽ പുലർത്തുന്ന ആദർശശുദ്ധി അദ്ദേഹത്തിൻ്റെ ഏത് പ്രവർത്തനത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോട് പുലർത്തുന്ന ആത്മാർത്ഥത അത് 100%. ക്ഷേത്രകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രഭരണം, ഈ ക്ഷേത്രഭരണം എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവിൽ എല്ലായിടത്തും പറയുന്നൊരു കാര്യമുണ്ട്, ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ളതല്ല, ആർക്കും ഭരിക്കാനുള്ളതല്ല. ചിലപ്പോൾ പറയുന്നത് കേട്ടിട്ടില്ല, ഇനി ഞങ്ങൾ ഭരിച്ചോളാം. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഞങ്ങൾ ഭരിച്ചോളാം ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ ആർക്കും ഭരിക്കാനുള്ളതല്ല. ക്ഷേത്രങ്ങളിൽ വേണ്ടത് പരിപാലനമാണ്. ക്ഷേത്രങ്ങൾ പരിപാലിച്ച് സംരക്ഷിച്ച് തലമുറ കൈമാറി നമ്മുടെ കയ്യിലെത്തിയ ക്ഷേത്രങ്ങൾ പരിപാലിച്ച് സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണ്. നമുക്കിടത്തും കൊണ്ടും കൊണ്ടുപോകാനുള്ളതല്ല. അപ്പോൾ ആ നിലയിലുള്ള പരിപാലനം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പുലർത്തുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും അങ്ങേയറ്റം മാതൃകയായിട്ടുള്ള കാര്യമാണ് എന്ന് പ്രത്യേകമായി ഞാനിവിടെ പറയുകയാണ്. ക്ഷേത്രങ്ങളിൽ ഒരു തന്ത്രിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും പറയാൻ ശക്തനായിട്ടുള്ള ആളല്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പല വേദിയിലും കേട്ടിരുന്നിട്ടുള്ള ആളാണ് ഞാൻ. കഥകളും ഉപകഥകളുമൊക്കെയായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ ഫലപ്രദമായി അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുന്ന
അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ ക്ഷേത്ര ചൈതന്യത്തിന് അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന് ചൈതന്യം ഉണ്ടാക്കുന്നത്, ശക്തി ഉണ്ടാക്കുന്നത്, ഭക്തനിലേക്ക് പോസിറ്റീവ് എനർജി നൽകാനുള്ള ശക്തി ഒരു വിഗ്രഹത്തിനുണ്ടാക്കുന്നത് തന്ത്രി അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഒരംശം നൽകിക്കൊണ്ടാണ്. തന്ത്രി നടത്തുന്ന ഉപാസന കൊണ്ട് തന്ത്രി ആർജിച്ച അസാധാരണമായ ശക്തിയെ, തന്നിലുള്ള ശക്തിയെ, ഒരംശത്തെ നൽകിക്കൊണ്ടാണ് ജീവൻ വെപ്പിക്കുന്നത് വിഗ്രഹത്തെ, അതിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നത്, അതിനെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ ആ നിലയിലുള്ള ആത്മാർത്ഥമായ ഒരു അർപ്പണം നടത്തുന്ന ആളാണ് തന്ത്രി വര്യൻ. അങ്ങനെ നടത്തുന്ന ആ പ്രവൃത്തി ഏറെ ശ്രേഷ്ഠമായ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് പരിചയമുള്ള തന്ത്രി വര്യന്മാരിൽ പ്രഥമ സ്ഥാനീയനാണ് ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാട് എന്നുള്ളത് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ പറയുന്നു. പ്രഥമ സ്ഥാനീയനാണ് അദ്ദേഹം. കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ അറിവും പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയുമൊക്കെ ഇനിയും ധാരാളം മേഖലകളിലേക്ക് നമ്മുടെ നാടിന് പ്രയോജനപ്പെടേണ്ടതുണ്ട്. ക്ഷേത്രങ്ങളുടെ മേഖലയിൽ തന്നെ. ക്ഷേത്രങ്ങൾ എന്നത് ഈ നാടിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ ഭക്തർക്ക് ഒന്ന് വന്ന് തൊഴുതു പോകുന്നതിന് വേണ്ടിയുള്ള ഒരിടം മാത്രമല്ല. ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണ്. ആ നിലയിൽ ക്ഷേത്രങ്ങളെ നിലനിർത്തുന്നതിൽ തന്ത്രിവര്യന്മാർക്കും ആചാര്യന്മാർക്കുമൊക്കെ വലിയ പങ്കാണുള്ളത്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും കഴിവുമൊക്കെ ഇനിയും ഒരുപാട് മേഖലകളിലേക്ക്, മഹാക്ഷേത്രങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളിവിടെ ഈ ആചാര്യരത്ന പുരസ്കാരമൊക്കെ നൽകി അദ്ദേഹത്തെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചെറിയ സാധിക്കാതെ പോയല്ലോ, കഴിയാതെ പോയല്ലോ എന്ന ഒരു വിങ്ങൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഗുരുവായൂരപ്പനെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ് ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാട്. അതിലിപ്പോൾ പ്രശ്നം തന്ത്രിയാണോ തീരുമാനിക്കേണ്ടത് അതോ കോടതിയാണോ തീരുമാനിക്കേണ്ടതെന്നാണ്. നോക്കണം. ഗവൺമെൻറ് തീരുമാനമെടുത്താൽ ചിലപ്പോൾ അത് പ്രശ്നമായി മാറും എന്ന് നമുക്കറിയാം. ഗവൺമെൻറ്റിന് എന്താ ഇത്തരം കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ അധികാരം എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ ചിലർ പുറപ്പെടും. ഇവിടെ തീരുമാനമെടുക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം തർക്കം അല്ലേ, തന്ത്രിയാണോ അതോ കോടതിയാണോ എന്നുള്ളത്. കോടതിയിലാണ് വിഷയം. എല്ലാ കാര്യങ്ങളും അങ്ങനെ കോടതി തീരുമാനിച്ചാൽ പറ്റില്ല. ചില നൈതികതയൊക്കെ ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും. ചില കാര്യങ്ങളല്ലാതെയും തീരുമാനിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാവണം. അങ്ങനെ തീരുമാനം ആരെടുക്കണം എന്ന തർക്കത്തിൻ്റെ പേരിൽ ഏറ്റവും അർഹനായ ഒരാൾക്ക് ഒരു വലിയ പരിഗണന ലഭിക്കാതെ പോകുന്നു എന്നുള്ളതിൻ്റെ വേദന അദ്ദേഹം പലപ്പോഴായി എന്നോട് പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഉള്ളിലും അതൊരു വേദനയായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരവസരം അദ്ദേഹത്തിനുണ്ടാകട്ടെ, ആ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മോഹം പൂവണിയുന്ന ഒരു സന്ദർഭം ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ ശ്രീകുമാർ നേരത്തെ പറഞ്ഞു തൃത്താമര അഗ്രഹാരം സമൂഹത്തോട് വലിയ അസൂയുണ്ട്. അതിപ്പോൾ ശ്രീകുമാറിൻ്റെ പ്രദേശത്തുകാർക്ക് കഴിയാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തതിലുള്ള അസൂയായിരിക്കും.
ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത് അസൂയൊന്നുമല്ല. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട്. ഈ ഗ്രാമത്തിൽ ഏറ്റവും എന്താ പറയുക, ഒരു വേണ്ട കാര്യം, നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം, ചെയ്തിരിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ മുഴുവൻ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ആദരിച്ചത്, നിങ്ങൾ ബഹുമാനിച്ചത്, നിങ്ങൾ പുരസ്കാരം നൽകിയത് ഒരു സാധാരണ മനുഷ്യനല്ല. ഞാൻ ലേശം കൂടി കടത്തി പറയും, ആർക്കെങ്കിലും വിരോധമുണ്ടായാൽ വിരോധമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ഒരു സാധാരണ തന്ത്രിക്കല്ല നിങ്ങൾ ഈ പുരസ്കാരം നൽകിയത്. തീർത്തും അർഹനായിട്ടുള്ള ഒരാൾക്കാണ്. അതിന് പ്രത്യേക അംഗീകാരം, പ്രത്യേകമായൊരു അഭിനന്ദനം, സന്തോഷം നിങ്ങളോടുള്ളത് ഇവിടെ പ്രകടിപ്പിക്കുന്നു. ശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂതിരിപ്പാടിന് ഈ മേഖലയിൽ ഇനിയും ഒരുപാട് കാലം നല്ല ശോഭയോടുകൂടി വിളങ്ങാൻ സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ആദർശശുദ്ധിയും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അറിവും കഴിവും എല്ലാം, അർപ്പണബോധവും എല്ലാം ഈ മേഖലയിൽ ധാരാളമായി പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ ഭാഷണം ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ സംസാരിക്കും. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്തായിട്ട് ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാടിന് ആചാര്യരത്ന പുരസ്കാരം സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് ആ പുരസ്കാര നിറവിലേക്ക് ശ്രീ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. തൃത്താമര അഗ്രഹാരത്തിലെ ശിഷ്യന്മാരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഹാരാർപ്പണം നടത്തുകയാണ്. പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ആചാര്യരത്ന പുരസ്കാരം, പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ആ ശില്പം ഉണ്ണി നമ്പൂതിരിപ്പാടിന് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ സാർ സമർപ്പിക്കും. അടുത്തതായി തൃത്താമര ബ്രാഹ്മണ സമൂഹം പ്രസിഡന്റ് അദ്ദേഹത്തിന് ഒരു ഉപഹാരം സമർപ്പിക്കുന്നതായിരിക്കും. ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുവാൻ വേണ്ടി ഭാരവാഹികളെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനായ യോഗാധ്യക്ഷൻ, മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ സി എ ശ്രീകുമാർ, അതുപോലെ തന്നെ വേദിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന ബ്രഹ്മശ്രീ കണിപ്പയ്യൂർ
കൃഷ്ണൻ നമ്പൂരിപ്പാട്, ഇവിടെ നേരത്തെ നമ്മോട് സംസാരിച്ച ബ്രഹ്മശ്രീ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂരിപ്പാട്, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനായ മുൻ MLA കൂടിയായ ശ്രീ AV ഗോപിനാഥ്, അതുപോലെ തന്നെ ഇന്ന് നാം ഇവിടെ ആദരിക്കുന്ന ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാട്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശേഷ വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, മറ്റ് സുഹൃത്തുക്കളെ, പരുത്തിപ്പള്ളി തൃത്താമര അഗ്രഹാരത്തിൻ്റെ അല്ലെങ്കിൽ അഗ്രഹാരത്തിലെ ബ്രാഹ്മണ സമൂഹം ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാടിന് ഇന്ന് ആചാര്യരത്നം പുരസ്കാരം നൽകി ഇവിടെ ആദരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക. ആദ്യമായി തന്നെ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാടിന് ഇതുപോലൊരു ആദരവ് നൽകാൻ വേണ്ടി തയ്യാറായ തൃത്താമര അഗ്രഹാരം ബ്രാഹ്മണ സമൂഹത്തിനെയും ഇതിനുവേണ്ടി നേതൃത്വപരമായി പങ്കുവഹിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ ഉപകാര സമർപ്പണത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് നന്ദിയും രേഖപ്പെടുത്തുന്നു. ഉപകാരം സമർപ്പിച്ചുകൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗമൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പ്രസംഗിച്ച് മടുത്തു. അതുകൊണ്ട് തന്നെ ഇനി അധികം വലിയ പ്രസംഗം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിവിടെ നടന്നു. പ്രിയപ്പെട്ട ഉണ്ണി നമ്പൂരിപ്പാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു നല്ല പ്രഭാഷണമാണ് നടന്നത്. അതിനുശേഷം അധ്യക്ഷ പ്രസംഗം നമ്മുടെ പ്രസിഡന്റ് നടത്തുകയുണ്ട്. അതും ഈ ചടങ്ങിൻ്റെ പ്രൗഢമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ ഇനിയും ദീർഘമായി സംസാരിക്കുക എന്നുള്ളത് ആവശ്യമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാടിന് ഇതുപോലെ ഒരു ഉപകാരം സമർപ്പിക്കാനും അദ്ദേഹത്തെ ആദരിക്കാനും ഒക്കെ ഉള്ള മനസ്സ് നമ്മൾ കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ശ്രേഷ്ഠ വ്യക്തികൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത്തരം ആളുകളെയൊന്നും വേണ്ടത്ര നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ തിരിച്ചറിയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ തന്നെ സംഘടിപ്പിക്കണം. ചില ആളുകളുണ്ട് സ്വീകരണം സംഘടിപ്പിക്കാൻ വേണ്ടി നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കും. എനിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച് സ്വീകരണം ഏറ്റുവാങ്ങുന്ന ചടങ്ങുണ്ടാവും. അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. നമ്മളൊരു സിനിമ കണ്ടില്ലേ, മറ്റേ അരിപ്രാഞ്ചി സിനിമ കണ്ടില്ലേ, പത്മശ്രീ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, പത്മശ്രീ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെടും. അത് ശരിക്കും കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമ തന്നെ സംഘടിപ്പിക്കാൻ കാരണം അല്ലെങ്കിൽ ഉണ്ടാകാൻ കാരണം. അപ്പോൾ സ്വയം പ്രദർശിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവണത നല്ലപോലെ വളർന്നു വരുന്ന കാലഘട്ടത്തിലാണ് എല്ലാ തലത്തിലും ഉൾവിലിഞ്ഞു നിന്നുകൊണ്ട് തൻ്റേതായിട്ടുള്ള ഏറ്റവും ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടാണ് നമ്മുടെ ഉണ്ണി നമ്പൂരിപ്പാട് മുന്നോട്ട് പോയത്. അദ്ദേഹം തന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം പ്രധാനമായിട്ടും. സാധാരണഗതിയിൽ നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന കാര്യമാണ്. തൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് തനിക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്
ഓരോരുത്തരും ചെയ്യുന്ന കാര്യം. അല്ലെങ്കിൽ നമുക്കെന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് കൂടുതൽ ചിന്തിക്കുക. പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നേയില്ല. ഞാൻ എൻ്റെ നാട്ടിലെ പാഞ്ഞാളെന്ന് പറയും, അവിടെ സുബ്രഹ്മണ്യൻ മാഷ് എന്ന് പറയുന്നൊരു നാടകാചാര്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വിളിക്കുന്നത് തുപ്പേട്ടെന്നാണ്. നാടകത്തിൻ്റെ കുലപതിയാണ്. അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. എൻ്റെയൊക്കെ ഗുരുനാഥൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പഠിപ്പിച്ചിട്ടില്ല, മറ്റ് പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യം ചെയ്യുന്നു ചോദിച്ചാലും അദ്ദേഹത്തിന് അവസാനമായിട്ടൊരു ഉത്തരമുണ്ടായിരുന്നു, അങ്ങടാ പോവാം, 1-ാം തീയതി കാണാം. അതാണ് പ്രധാനമായിട്ടും. അതൊരു ധൈര്യമാണ്, ഒരു ഒരു പ്രത്യേക അവസ്ഥയെത്തുന്നു. ഏത് വിഷമം പിടിച്ച കാര്യങ്ങളും മാഷോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് പറയുന്നത് കൃത്യമായിട്ട് ഉത്തരവല്ല പറയുന്നത്, നമുക്കങ്ങടാ പോവാം, 1-ാം തീയതി കാണാം. അതൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ മാഷ് പറഞ്ഞ ആ വാക്ക് എൻ്റെ മനസ്സിലുണ്ടാവും. ഞങ്ങളൊരു നാടകം കളിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നാടകം കളിച്ചു. അപ്പോൾ നാടകത്തിന് മാഷോട് പോയിട്ട് അഭിപ്രായങ്ങൾ ആരായിരുന്നു. അപ്പോൾ നാടകത്തിൽ വേദിയിൽ ആന വേണം. അപ്പോൾ ആന വരണമെന്നുണ്ടെങ്കിൽ മാഷ് വിചാരിച്ചാലേ വരൂ. അപ്പോൾ അങ്ങനെ ചോദിച്ചു, ഞങ്ങളോട് മാഷ് പോയി ചോദിച്ചു, ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു. എന്നിട്ട് പറഞ്ഞു കുട്ടികൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് പിന്നെയും മടിച്ച് നിൽക്കുകയാണ്, പോകാതെ. എങ്ങനെ ആന വരിക എന്നറിയണം. അപ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ട് മാഷോട് ചോദിച്ചു, അല്ല ആന എങ്ങനെയാണ് സ്റ്റേജിൽ വരിക? അപ്പോൾ എന്നോട് പറഞ്ഞു, രാഷ്ണ അങ്ങോട്ട് പൊക്കോളൂ, 1-ാം തീയതി കാണാമെന്ന് പറഞ്ഞു എന്നോട്. കൃത്യം നാടക ദിവസം സ്റ്റേജിൽ ആന വന്നു. ആന എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവനുള്ള ഒരാനയായിട്ടാണ് എല്ലാവരും കണ്ടത്. അകലെ നിന്ന് നോക്കുമ്പോൾ ജീവനുള്ള ആന തുമ്പിക്കൈയും കൊമ്പും ചെവി ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയിൽ ആ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ആനയുടെ ചെവി ആട്ടലായിരുന്നു പണി. കട്ടൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ആനയുടെ ചെവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആട്ടണം, എങ്കിലാണ് ആനയുണ്ട് എന്നുള്ള ഫീലിംഗ് ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു മാഷുണ്ടായിരുന്നു. മാഷക്ക് 84-ാം വയസ്സിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു. അപ്പോൾ ചിത്രനമ്പൂരി മാഷും ഉണ്ടായിരുന്നു. ചിത്രനമ്പൂരി മാഷ് അന്ന് 90 വയസ്സ് പിന്നിട്ടായിരുന്നു. അവിടെ നമ്മുടെ പാഞ്ഞാൾ തന്നെ മറ്റ് നമ്മുടെ ഒരു ഗ്രന്ഥശാല പ്രവർത്തകനായിട്ടുള്ള നമ്പൂരിപ്പാടും ഉണ്ടായിരുന്നു. 3 ആൾക്കും കൂടി അവാർഡ് കൊടുക്കുന്നൊരു ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞപ്പോൾ മാഷ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ഞങ്ങളെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി ഒരു കാലത്ത് പ്രവർത്തിച്ചത് സമൂഹത്തിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് മനസ്സിലാക്കിയില്ല, സമൂഹത്തിൽ എന്ത് നേട്ടം ഞങ്ങൾക്ക് കിട്ടും എന്ന് കണക്കാക്കിക്കൊണ്ടല്ല, മറിച്ച് സമൂഹത്തിന് ഞങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയാണ് ഞങ്ങളെയെല്ലാം നയിച്ചത്. അതുകൊണ്ടാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള നാടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറു നാടകമുണ്ട്, ചക്ക. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ട്. ചക്ക ഗ്ലോബലൈസേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി കീഴടക്കാൻ വേണ്ടി പോകുന്നത് എന്ന് ദീർഘവീക്ഷണം ചെയ്തുകൊണ്ടാണ് ആ നാടകം എഴുതിയത്. ചക്ക എന്നുള്ളതാണ് ചെറിയ നാടകം. പക്ഷേ അത് ലോകം എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ കീഴടക്കുന്നത് എന്നുള്ള സന്ദേശമാണ് ആ ചക്ക എന്ന ചെറു നാടകത്തിലൂടെ അദ്ദേഹം കാണിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്കെന്ത് നേട്ടമുണ്ടാകും അല്ലെങ്കിൽ എനിക്കെന്ത് നേട്ടമുണ്ടാകും എന്ന കാഴ്ചപ്പാടോടെ അല്ല പ്രവർത്തിച്ചത്, മറിച്ച് ഞങ്ങളെക്കൊണ്ട് സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നാണ് ചിന്തിച്ചത്. പക്ഷേ അത് ഇപ്പോൾ കുറേ കൂടി സെൽഫിഷായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം, അല്ലേ? ഭൂരിപക്ഷം മറ്റുള്ളവർക്ക് എന്ത് ദുരന്തമുണ്ടായാലും വേണ്ടില്ല, എനിക്കെന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഉണ്ണിനമ്പൂരിപ്പാട് തന്ത്രി അദ്ദേഹം വ്യത്യസ്തനാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിൽ നിന്നപ്പുറത്ത് എന്നെക്കൊണ്ട് ഈ സമൂഹത്തിന് ഞാൻ പ്രദാനം ചെയ്യുന്ന മേഖലയിൽ എന്ത് നേട്ടവും നന്മയും ഉണ്ടാക്കാൻ കഴിയും. ആ രീതിയിലായിരിക്കണം ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ്
നമ്മൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുക. അതാ ഓരോരുത്തർക്കും വ്യത്യസ്ത മേഖലയുണ്ടാവും. ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നാടക പ്രവർത്തകരുടെ മേഖല, ആ മേഖലയിലൂടെ എങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയും. പൊതുപ്രവർത്തകർ ആ പൊതുപ്രവർത്തനം എങ്ങനെ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയും. നമ്മുടെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആ മേഖലയിൽ എങ്ങനെ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ എല്ലാ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല പ്രവണതകളും നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ സ്വാർത്ഥത കൂടുതൽ വർദ്ധിക്കും. സ്വാർത്ഥത വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് പലപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കുട്ടികൾക്ക് പോലും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തൃശ്ശൂരാണ്, നമ്പൂരി കുടുംബത്തിൽ തന്നെയാണ്. ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട്. അവിടുന്ന് ഭക്ഷണവും ചായയൊക്കെ തരും, കാപ്പിയൊക്കെ തരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളുണ്ട്. ആ കുട്ടികൾ പെൺകുട്ടികളാണ്. അവരെന്നോട് വലിയ സ്നേഹമാണ്. അവരെ അടുത്ത് വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഏറ്റവും താഴെയുള്ള കുട്ടി അടുത്ത് വന്നിരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, അല്ലേ അങ്കിള് ജില്ലാ കൗൺസിൽ മെമ്പറായിട്ടില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിട്ടുണ്ട്. പിന്നെ 96-ൽ മത്സരിച്ച് ജയിച്ചപ്പോൾ മന്ത്രിയായില്ലെന്ന് ചോദിച്ചു. ആയിട്ടുണ്ട്. പിന്നെ 2001-ൽ ജയിച്ച് ചീഫ് വിപ്പായിട്ടില്ലെന്ന് ചോദിച്ചു. ആയിട്ടുണ്ട്. പിന്നെ 2006-ൽ ജയിച്ചതിന് ശേഷം ജയിച്ചപ്പോൾ സ്പീക്കറായിട്ടില്ലെന്ന് ചോദിച്ചു. ആയിട്ടുണ്ട്. ഇപ്പോൾ 2011 വീണ്ടും MLA ആയി. അപ്പം ഞാൻ ഇങ്ങനെ ഈ കുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ തന്നെ നമ്മുടെ ബയോഡാറ്റ ഇങ്ങനെ മനസ്സിൽ വന്നത്. ഞാൻ ആ മോളോട് വലിയ ഇത് തോന്നി. എൻ്റെ ബയോഡാറ്റ കൃത്യമായിട്ട് പറയുകയാണ്. അവൾ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഞാൻ വിചാരിച്ചു ഇത് എന്നോട് ചോദിക്കുന്ന ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. സ്കൂളിൽ വല്ല ടീച്ചർമാർ അധ്യാപകരുണ്ടോ ഇവിടെ? യോഗത്തിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ടീച്ചർമാർ ചിലപ്പോൾ ഇല്ലേ, ചില ആളുകളെക്കുറിച്ച് എഴുതിക്കൊണ്ടെല്ലാം പറയുമല്ലോ. അപ്പോൾ ഈ സ്കൂളുകളിൽ വരുമ്പോൾ ടീച്ചർമാർ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊണ്ടുവരാൻ പറയില്ല ആരെക്കുറിച്ചും. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് തന്നെയായി. അപ്പോൾ എൻ്റെ ബയോഡാറ്റ എന്താണെന്ന് കൃത്യമായി പഠിച്ച് എഴുതിക്കൊണ്ട് കൊടുക്കാനായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളൊക്കെ എങ്ങനെയാണോ വിചാരിച്ചത്? അല്ല, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ മോളോട് ഞാൻ ചോദിച്ചു, അല്ല മോളെ, എന്തിനായി നീ ഇതൊക്കെ എന്നോട് ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എന്നോട് മറുപടി പറഞ്ഞത്, അങ്കിള് മരിച്ചാൽ എത്ര ദിവസം മുടക്ക് കിട്ടും അതറിയാൻ വേണ്ടിയാണ്. അതായത് കൂടുതൽ സ്ഥാനമാനങ്ങളിൽ ഒരു ദിവസം മുടക്ക് കിട്ടുന്ന അറിയാം. അപ്പോൾ കൂടുതൽ സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കൂടുതൽ ദിവസം മുടക്ക് കിട്ടുമെന്നാണ് മോൾക്കറിയേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞ അന്യൻ്റെ കണ്ണുനീരെന്നോ കഷ്ടപ്പാടുന്നോ ദുരിതത്തിനോ എനിക്കെന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മുടെ കുട്ടികളെ നാം പഠിപ്പിച്ചതിൻ്റെ ദുരന്തമാണ്. ആ കുട്ടിയുടെ കുഴപ്പമല്ല. അവിടെയാണ് തുപ്പേട്ടൻ പറഞ്ഞ വാക്കുകൾ പ്രസക്തമാകുന്നത്. നമ്മളെക്കൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാൻ കഴിയും എന്ന് ആണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതിന് പകരം സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന ദുരന്തമാണ് അത്. ആ ദുരന്തമല്ല നമുക്ക് വേണ്ടത്. നല്ലൊരു സമൂഹം സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ക്ഷേത്രങ്ങളെയെല്ലാം തന്നെ ഏറ്റവും മനുഷ്യന് നന്മയുണ്ടാക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനെക്കുറിച്ച്. അതുതന്നെയാണ് നമ്മൾ ആലോചിക്കല്ല, അത് തന്നെയാണ് നമ്മൾ പ്രവർത്തിച്ചത്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ഗവൺമെൻറ്റിൻ്റെ പരിമിതികളും അറിയാം. അപ്പോൾ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളെ, ദേവസ്വം ബോർഡുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത്. കഴിഞ്ഞ 6-7 കൊല്ലം കൊണ്ട് ഏകദേശം 600 കോടിയിൽ പരം രൂപയാണ് നമ്മുടെ വിവിധ ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ ഖജനാവെന്ന് അങ്ങോട്ട് കൊടുത്തത്. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ശ്രമമുണ്ട് കേട്ടോ. ഞാനത് പറയാൻ കാരണം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ദേവസ്വം ബോർഡുകളിലെ പൈസ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പൈസ ഗവൺമെൻറ് സ്വീകരിക്കുന്നില്ല. തെറ്റിദ്ധരിക്കരുത് ആരും.
എൻ്റെ കണക്കടക്കം എൻ്റെ കയ്യിലുണ്ട്. ഓരോ വർഷവും കൊടുത്ത പൈസ 658 കോടി രൂപ ഇപ്പോൾ 6-7 കൊല്ലം കൊണ്ട് നമ്മൾ ദേവസ്വം ബോർഡുകളുടെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഒരു നയാ പൈസയും ഇങ്ങോട്ട് പിടിക്കുകയില്ല. മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, തരുന്നില്ല ഞങ്ങൾക്ക്. എല്ലാവർക്കും അങ്ങോട്ട് കൊടുക്കുക മാത്രമല്ല, നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടണം. നമ്മുടെ ക്ഷേത്രാങ്കണങ്ങൾ അത് ചാരുഹരിതമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമുണ്ട്. നമ്മുടെ ക്ഷേത്രങ്ങൾ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള ഇടപെടലാണ് നമുക്ക് വേണ്ടത്. ക്ഷേത്രാങ്കണങ്ങൾ ചാരുഹരിതമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായിട്ട് കഴിഞ്ഞ ജൂൺ 5 നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനത്തിനാണ് ഏറ്റെടുത്തത്. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിൽ, നിരവധി ക്ഷേത്രങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക, ക്ഷേത്രങ്ങളിൽ വരുന്ന ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ നമ്മുടെ ഇന്ന് ആദരിക്കുന്ന ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ പിതാവ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവിടെ അദ്ദേഹം 3 തവണയാണ് മേൽശാന്തിയായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രവർത്തിച്ചത്. അപ്പോൾ ആ മേൽശാന്തിയായി പ്രവർത്തിച്ചതിൻ്റെ അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവ്. അപ്പോൾ ആ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നടത്തിയത്. ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യം മുൻകാലങ്ങളിലൊക്കെ വന്നിരുന്ന അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ ഭൗതിക സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ വലിയ പ്രയാസത്തിലായിരുന്നു. ഞാൻ മന്ത്രിയായി ആദ്യമായിട്ട് എന്നോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ അമ്മമാർ വന്നു പറഞ്ഞു, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നാണക്കേട് മാറ്റിയെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ആദ്യം മനസ്സിലായില്ല എനിക്ക് എന്താ അത് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് എനിക്ക് മനസ്സിലായില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വ്യക്തമാക്കി. അതായത് പ്രാഥമിക കൃത്യം ചെയ്യാൻ കഴിയാതെ ദീർഘദൂരം ഞങ്ങൾ യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴും അതിൻ്റെ സൗകര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. അപ്പോഴാണ് എനിക്ക് ഓടിയത്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യം, അവിടെ വരുന്ന ഭക്തർക്ക് ആവശ്യമായുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പല കാരണങ്ങളാൽ അത് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മഹാക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞ കാര്യമില്ല, മനുഷ്യൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥിതിയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യങ്ങൾ, അതിൻ്റെ പരിസരം കൂടുതൽ നല്ല രീതിയിലാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഒക്കെ നടത്തണം. വെള്ളമില്ലാത്തതിൻ്റെ ദുരന്തം ഇപ്പം നമ്മൾ അനുഭവിച്ചില്ലേ? കാലാവസ്ഥയിലും പ്രകൃതിയിലും ഉണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അല്ലേ? കാലാവസ്ഥ വ്യതിയാനത്തിൽ അല്ലേ, ഈ വെയിൽ എന്ന് പറഞ്ഞാൽ 40-50 ഡിഗ്രി സെൽഷ്യസിലാണ് പോകുന്നത്. വെള്ളം കിട്ടാതെ വരികയാണ്. 1500 അടി താത്തിയാലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ നമ്മുടെ സ്വഭാവത്തിന് മാറ്റം വരുമല്ലേ? അവിടെ ബാംഗ്ലൂർ, അവിടെ സിറ്റിയിൽ താമസിക്കാൻ പറ്റാതെ ആളുകൾ പോവുകയാണ്. അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, വെള്ളം കിട്ടാതെ വരുന്ന അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളത് ഓർത്തു പോകുന്നതല്ല. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ, കുളങ്ങൾ സംരക്ഷിക്കണം, നമ്മുടെ കാവുകൾ സംരക്ഷിക്കണം. ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് വെള്ളത്തിൻ്റെ കുറവായിരിക്കും, ഓക്സിജൻ്റെ കുറവുണ്ടാകും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ക്ഷേത്രാങ്കണങ്ങളെ നമുക്ക് വെള്ളത്തിൻ്റെയും ഓക്സിജൻ്റെയും ഒക്കെ തന്നെ ഉറവിടങ്ങളാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ കൂടി നടത്തണം. അത് മനുഷ്യൻ്റെ ആവശ്യമല്ലേ, അത്യന്താപേക്ഷിതമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ നിങ്ങളുടെ നിങ്ങളുടെ കമ്മിറ്റി ഉണ്ടല്ലോ നമ്മുടെ ഈ പരിസരത്ത്, നമ്മൾ കേവലം ഈ നമ്മുടെ കാര്യം മാത്രം നോക്കില്ല, തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിന് നമ്മളെക്കൊണ്ട് നന്മ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ നേട്ടമാണ് ഉണ്ടാകുക. അപ്പോൾ അവിടെ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായിക്കൊണ്ട് എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനസ്സുള്ളവരായി നമ്മൾ മാറുക. നമ്മൾ നമ്മുടെ തന്ത്രി പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനായ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ നമ്മൾ ആദരിക്കുന്ന സമയത്ത് കേവലം ഒരു വ്യക്തിയെ ആദരിക്കുക മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ കൃത്യമായി അഭിമുഖീകരിച്ചുകൊണ്ട്, അഭിസംബോധന ചെയ്തുകൊണ്ട്
മുന്നോട്ട് പോകാനുള്ള മനസ്സുകൂടി നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാടിന് ഇവിടെ നിങ്ങൾ നൽകുന്ന ഈ ഉപകാരം, ഇവിടെ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അധികം വയസ്സായിട്ടില്ല, 54 വയസ്സായിട്ടുള്ളൂ. 54 അല്ലേ? 54 വയസ്സായിട്ടുള്ളൂ. കിടക്കുകയാണ് ഇനി ഒരുപാട് കാലം. അപ്പോൾ ഒരുപാട് നന്മകൾ ഈ നമ്മുടെ ക്ഷേത്രാചാരങ്ങളുമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളുടെ വികസനവുമായിട്ടൊക്കെ തന്നെ ചെയ്തു തീർക്കാൻ അദ്ദേഹത്തിന് കഴിയണം. അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിനാകെ നന്മ ചെയ്യാൻ കഴിയുന്ന സന്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള നന്മകളും, നമ്മൾ നന്മകൾ നേരേണ്ട ആവശ്യമില്ലല്ലേ. ഞാൻ ഈ യാത്രയപ്പ് നടത്തുന്ന സമയത്ത് പോയിട്ട് ആയുസ്സൊക്കെ നേരില്ലോ. നമ്മൾ നേർന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെക്കാൾ വലിയ ആളുകൾ അപ്പുറത്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് പിന്നെ നന്മകളൊക്കെ നമ്മൾ നേരേണ്ട ആവശ്യമുണ്ടോ തോന്നില്ല. എങ്കിൽ പോലും ഒരു ചടങ്ങെന്ന നിലയിൽ അദ്ദേഹത്തിന് ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള നന്മകളും ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി തൃത്താമര അഗ്രഹാരം ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഈ കമ്മിറ്റിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമ്മുടെ ബ്രഹ്മശ്രീ അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാടിനുള്ള ഉപകാരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടു കൂടി നേരത്തെ സമർപ്പിച്ചതാണെങ്കിൽ പോലും വാക്കാൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ സാർ. അടുത്തതായി അനുഗ്രഹ പ്രഭാഷണത്തിനായി ബ്രഹ്മശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂരിപ്പാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലും സഭയിലുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പുരസ്കാര സമർപ്പണത്തിൽ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം അല്ലെങ്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് 2 വാക്ക് പറയാം. തന്ത്രി ആയ നിലയ്ക്ക് അണ്ടലാടി ഉണ്ണി നമ്പൂരിപ്പാടിന് ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കുന്നത് ഏറ്റവും ഉചിതമായ സ്ഥാനത്ത് നിന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്താണ് അതിൻ്റെ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ, തൃത്താമര ഗ്രാമത്തിൽ നിന്ന്, അതിലെ ക്ഷേത്രത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. ഒരു കണക്കിൽ പറഞ്ഞാൽ തന്ത്രിമാരായാലും ക്ഷേത്രങ്ങളായാലും എല്ലാം താമര സ്വരൂപമാണ്. അതായത് ക്ഷേത്രങ്ങളൊക്കെ ഒരു താമരയ്ക്കുള്ളിൽ വരുന്ന ശ്രീകോവിലുമായ താമരയും അതിൻ്റെ ഉള്ളിൽ ബിംബമായ പീഠമായ താമരയും അതിനുള്ളിൽ ചൈതന്യമായ ആ സ്വരൂപവുമാണ് നമ്മളൊക്കെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പം ആ കണക്കിന് അതേ ഒരു സ്വരൂപം പോലെയാണല്ലോ തന്ത്രിമാരും. അപ്പം അതിന് ഏറ്റവും ഉചിതമായ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് താമരയായി ബന്ധപ്പെട്ട ആ തൃത്താമര ഗ്രാമത്തിൽ തന്നെ ആവണം എന്നുള്ളതാണ് പുത്തൂരെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ശരിക്ക് അത് ഒരു ഉചിതമായ തീരുമാനമായി എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ആ പുരസ്കാരം അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായി തന്നെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ പരമേശ്വരൻ നമ്പൂതിരിപ്പാടായ ഇദ്ദേഹം സൂചിപ്പിച്ച പോലെ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാട്
അതേപോലെ കൽപ്പഴ ദിവാകരൻ നമ്പൂതിരിപ്പാട്, അവരുടെ സാമീപ്യം ഞങ്ങളുടെ മുത്തപ്പന് വളരെ അടുത്ത ബന്ധമായിരുന്നു. അതിന് എനിക്ക് ഓർമ്മ, ഞാനും ഉൾപ്പെട്ട സമയത്ത് ഉണ്ടായ ഒരു പ്രധാന കാര്യം, എന്തായാലും ശങ്കരൻ നമ്പൂതിരിപ്പാട് ഞങ്ങളുടെ മുത്തപ്പൻ തുടങ്ങി വെച്ചത് മുഴുവൻ ഈ പൂജാപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കലാണ് ആദ്യത്തെ ജോലി ഉണ്ടായിരുന്നത്, 100 കൊല്ലം മുമ്പേറ്റെ. അപ്പം അന്ന് ആ പൂജാപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ തന്ത്രിമാരുടെ സഹായം ഇല്ലാതെ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രത്തിൻ്റെ പുസ്തകമായ തന്ത്രസമുച്ചയത്തിൻ്റെ മലയാള ഭാഗം കുഴിക്കാട്ടുപച്ച എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി, കുഴിക്കാട്ടുപച്ച എഴുതിയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ലയുള്ള കുഴിക്കാട്ടു ഭട്ടതിരി, ആ ഗ്രന്ഥത്തിൻ്റെ പകർപ്പ് അവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണമെന്ന് കൊണ്ടുവന്ന് തന്നതാണെങ്കിൽ, വടക്ക് കാസർഗോഡിനപ്പുറത്തുള്ള ഉപരങ്ങളും സുബ്ബരായ തന്ത്രികളും അദ്ദേഹമാണ് കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ അതിൻ്റെ കോപ്പി എടുത്തെഴുതലും അത് പ്രസ്സിൽ കൊച്ച് അച്ചടിക്കുകയും അതിൻ്റെ മുഴുവൻ ചുമതല അന്ന് കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാടിനായിരുന്നു. അദ്ദേഹം അന്ന് ഈ തന്ത്രവിദ്യാപീഠം കുന്നംകുളത്തടുത്ത് ചൊവ്വന്നൂർ തുടങ്ങിയ കാലമായിരുന്നു. അപ്പോൾ അതിൽ പ്രധാന അധ്യാപകനുമായി അധികം മുത്തപ്പൻ്റെ അടുത്താണ് വന്നിട്ട് എല്ലാം നോക്കിയിരുന്നത്, ഈ അച്ചടിക്കണതിൻ്റെ മുഴുവൻ. അതിൻ്റെ അവതാരികയാണെങ്കിൽ അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു താന്ത്രികമായിട്ടോ ഇല്ലെങ്കിൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അറിവുകളുടെ ലോകത്തിലേക്ക് ചെറുപ്പത്തിൽ മുത്തപ്പൻ്റെ നിന്നും മറ്റും അറിവുണ്ടായ ഒരു സന്ദർഭം കൂടിയായിട്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു അനുഗ്രഹ പ്രഭാഷണനോ അല്ലെങ്കിൽ എന്തായാലും അദ്ദേഹത്തിനെ ആശംസിക്കാനോ എന്നെ ക്ഷണിച്ചത് എന്ന് പ്രതീക്ഷിക്കുന്നു, ഒരു നിമിത്തം പോലെ. എന്തായാലും അദ്ദേഹത്തിന് ആ തന്ത്രി പാരമ്പര്യങ്ങൾ, അണ്ടലാടി പൂർവികരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ട്. ആ അനുഗ്രഹം ഇനിയും ഉണ്ടായി അദ്ദേഹം ഇനിയും ഉന്നതിപഥത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നതിനായി മുൻ പാലക്കാട് MLA യും നമ്മുടെ എല്ലാം പ്രിയങ്കരനുമായ ശ്രീ AV ഗോപിനാഥിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ അവരുടെ, പ്രിയപ്പെട്ട മലബാർ ദേവസ്വം പ്രസിഡന്റ് ശ്രീ മുരളീധരൻ, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ശ്രീ ഉണ്ണി നമ്പൂരി മാതാവ്, ഈ സദസ്സിനെ ധന്യമാക്കി തീർത്ത ഗുരുനാഥന്മാർ, പണ്ഡിതന്മാർ, വിദ്വാൻമാർ, പ്രിയപ്പെട്ട നല്ലവരായ സ്നേഹമുള്ളവർ, നിരവധി വിദ്വാൻമാരുടെയും പണ്ഡിതന്മാരുടെയും പ്രസംഗം അവസാനിച്ച ഈ ഘട്ടത്തിൽ വിദ്വാനല്ലാത്ത, പണ്ഡിതനല്ലാത്ത ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നത് അധികം പറ്റായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, തൃത്താമര എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബമാണ് എന്ന് ആരോടും മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നതാണ്. ഏകദേശം എല്ലാ ദിവസവും ഗ്രാമത്തിൽ പോകണം, ശാസ്താവിനെ തൊഴുകണം. ഇതൊക്കെ എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഞാൻ നല്ലൊരു ദൈവഭക്തനാണ്. ഈശ്വരഭക്തി എന്നിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. നേരത്തെ എന്നുവെച്ച് 5 മണിക്ക് എന്നുവെച്ച് കുളിച്ച് ഭഗവാൻ കൃഷ്ണൻ്റെ മുന്നിൽ പോയാൽ ഒരമണിക്കൂർ എൻ്റെ എല്ലാം ഞാൻ കൃഷ്ണനോട് പറയും. പക്ഷെ ആരെയും കുറ്റം പറയാറില്ല എന്നെങ്ങനെ. പക്ഷെ ഇന്ന് വരെ യാതൊരു മുടക്കവും കൂടാതെ ഭഗവാൻ അത് നിർവഹിച്ചു തന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
ശ്രീ ഉണ്ണി നമ്പൂരിയെ മിക്ക സമയത്തും ഞാൻ കാണാറുണ്ട്. തൃത്താമര പരിപാടിക്ക് വന്നാൽ അദ്ദേഹത്തിനെ ഞാൻ കാണും. അദ്ദേഹത്തിന് ഞാൻ വഴങ്ങാറുണ്ട്, അനുഗ്രഹം കിട്ടാറുണ്ട്, എല്ലാമുണ്ട്. ഞാൻ അദ്ദേഹത്തിന് നല്ലോണം ആസ്വദിക്കുന്ന ഒരാളാണ്. ഒരു ഗുരുവായൂരപ്പൻ്റെ ചിത്രം അല്ലെങ്കിൽ ഏകൻ ഭഗവാന്റെയോ ഭഗവതിയോ ചിത്രം കണ്ടാൽ നമ്മളൊക്കെ ആസ്വദിക്കാറുണ്ട്. അതിൻ്റെ കണ്ട രൂപഭംഗി നമ്മൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഉണ്ണി നമ്പൂരിയെ കണ്ടാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു രൂപകൽപ്പന ഞാൻ നൽകാറുണ്ട്. നിങ്ങളൊരു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിനെ ശ്രദ്ധിച്ചാൽ, നിങ്ങൾ അദ്ദേഹത്തിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, എവിടെയോ എന്നോ ഇന്നല്ലെങ്കിൽ നാളെ ഭഗവാന്റെ രൂപത്തിലെത്താനുള്ള ഒരു മനുഷ്യനായി ശ്രീ ഉണ്ണി നമ്പൂരിപ്പാട് മാറും എന്ന് 100% ഉറപ്പുള്ളവരാണ്. ഞാൻ അനുഗ്രഹിക്കാനും ആശംസിക്കാനും പണ്ഡിതനല്ലല്ലോ, അതുകൊണ്ട് സൃഷ്ടിയും എനിക്ക് കഴിയില്ല. പക്ഷെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ നോക്കുന്ന സമയത്ത്, എല്ലാ ചടങ്ങുകളിലും രൂപഭാവങ്ങൾ നോക്കുന്ന സമയത്ത് എന്തോ ആകേണ്ടതാണ്. ആ അനുഗ്രഹം എന്നിലേക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ ഏറ്റവും സംതൃപ്തനായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നേരത്തെ ശ്രീ മുരളി സൂചിപ്പിക്കുകയുണ്ടായി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കാര്യമൊക്കെ. എല്ലാം വന്നു ചേർന്നേ പറ്റൂ, വരേണ്ട സമയം ആകുന്നേ ഉള്ളൂ. അതാർക്കും തടുത്തു നിർത്താൻ കഴിയില്ല, ഒരാൾക്കും അത് തടുത്തു നിർത്താൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നു ശ്രീ ഉണ്ണി നമ്പൂരിക്ക് അത് വന്നു ചേർന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കേൾക്കാനുള്ള ഭാഗ്യം തൃത്താമര ഗ്രാമക്കാർക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഈശ്വരന് നിക്ഷിപ്തമായതുകൊണ്ട് എല്ലാം ഗുരുവായൂരപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് വേണം, എങ്ങനെ വേണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏകദേശം ശ്രീ ഗുരുവായൂരപ്പൻ്റെ രൂപകൽപ്പനയിലുള്ള രൂപഭാവമുള്ള ശ്രീ ഉണ്ണി നമ്പൂരിപ്പാട് വന്നു ചേരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൃത്താമര ഗ്രാമത്തിൽ ഇത്തരം ഒരു പരിപാടി വെച്ച് എന്നും എല്ലാ വർഷവും ഓരോ ദിവസവും ഉയർന്ന് ഈ പരിപാടികൾ വരികയാണ്. ഏറ്റവും നല്ല പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ഗ്രാമോത്സവമായി തൃത്താമര മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ്. അടുത്തതായി അണ്ടലാടി ശ്രീ ഉണ്ണി നമ്പൂരിപ്പാടിൻ്റെ മറുപടി പ്രസംഗമാണ്. അതിനു മുമ്പ് ഒരു വാക്ക്, നമ്മൾ ഈ റെവല്യൂഷണറി മോങ്ക് എന്നൊക്കെ പറയുമല്ലോ വിവേകാനന്ദനെ. കാരണം ഗീത വായിക്കേണ്ട സമയം കൊണ്ട് നീ പോയി ഫുട്ബോൾ കളിക്ക്, നല്ല ശരീരത്തിലെ നല്ല മനസ്സുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റെവല്യൂഷണറി ആയിട്ട് സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തി നമ്മുടെ എല്ലാവരുടെയും ഒരു ഐഡലായി മാറിയിട്ടുണ്ട്. അങ്ങനെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതേപോലെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന പുത്തൂർ അമ്പലത്തിൻ്റെ, പുത്തൂർ ദേശത്തിൻ്റെയൊക്കെ അങ്ങനെയുള്ള ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള ഉപദേശങ്ങളും അതേപോലത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ നിരന്തരം ഞങ്ങൾക്ക് തരുന്ന ആളാണ് ഉണ്ണി നമ്പൂരിപ്പാട്. കഴിഞ്ഞ വേല സമയത്ത് ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ആനയുടെയൊക്കെ റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്, അവിടെ കുറേ പരിപാടികളൊക്കെ കുറയ്ക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാരുണ്യം ഒരുതരം ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ജപിക്കലും തൊഴുകലും മാത്രമല്ല, അതിൽ കാരുണ്യവും ഒരു ഭക്തിയുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ക്ഷേത്രങ്ങൾ ഒരു ഭക്തിക്കും സാംസ്കാരിക കാര്യങ്ങൾക്കും മാത്രമുള്ളതല്ല, കാരുണ്യത്തിനും കൂടിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ
ക്ഷേത്ര കമ്മിറ്റികൾ കാരുണ്യ പ്രവർത്തനത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് ഒരു കടമയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു. അത് ഞങ്ങളെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ തന്നെ തന്ത്രമുള്ള മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. കാടാമ്പുഴ അമ്പലത്തിൽ ഡയാലിസിസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ വലിയൊരു മാതൃകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിലെ പുത്തൂർ ശ്രീ തിരുവൂരായിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ചാരിറ്റബിൾ ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ക്ഷേത്രോത്സവത്തിനെ പോലെ തന്നെ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിലും അതിന് ഭക്തിക്ക് ഞങ്ങൾക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അതേ പ്രാധാന്യം ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിനും കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഓരോ വീട്ടിലും വയസ്സായ ഒറ്റയ്ക്കുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഉള്ള വീടുകൾ, അവർക്ക് മനഃശാന്തി ലഭിക്കാൻ, അവർക്ക് ഈശ്വര സ്നേഹം ലഭിക്കാൻ, അവർക്ക് ഈശ്വര കടാക്ഷം ലഭിക്കാൻ വിളിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർക്ക് ജീവകാരുണ്യത്തിനുള്ള സഹായവും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹായവുമായി എത്തും. അതിന് ദൈവകടാക്ഷത്തിനും മനുഷ്യ സ്നേഹത്തിനും മനുഷ്യ സഹായത്തിനും ഒരു നമ്പർ, അത് ക്ഷേത്രത്തിൻ്റെ നമ്പർ എന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്ന ഒരു മഹത്തായ ഉപദേശമാണ്. അതൊരു വലിയ മാറ്റങ്ങൾക്ക് വഴി വയ്ക്കുന്നൊരു ഉപദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഉണ്ണി നമ്പൂതിരിപ്പാട് മറ്റു ഒരുപാട് പേരുണ്ട്, ഒരുപാട് തന്ത്രജ്ഞാനമുള്ളവരുണ്ട്, ഒരുപാട് ജ്ഞാനമുള്ളവരുണ്ട്, ഒരുപാട് പഠിച്ചവരുണ്ട്, പണ്ഡിതരുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ക്ഷേത്രത്തിനപ്പുറം ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു തന്ത്രിവര്യൻ അല്ലെങ്കിൽ ഒരു ഗുരു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രമുള്ള എല്ലാ ദേശങ്ങളിൽ നിന്നും അങ്ങനത്തെ ഒരു സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ഈ ഞങ്ങളുടെ ദേശത്തിന്, ഞങ്ങളുടെ നാട്ടിന്, തൃത്താമരയ്ക്ക് എല്ലാവർക്കും ചെയ്ത ഒരുപാട് പുണ്യകർമ്മങ്ങൾക്ക് ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം, വളരെ ഭക്തിപുരസരം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിക്കുന്നു. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്തം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാതീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവൽ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും പ്രൗഢസദസ്സിന് നമസ്കാരം. ഇതൊരു സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ ഞാൻ എന്നെ കുറേ നുള്ളി നോക്കി. യാഥാർത്ഥ്യമാണെങ്കിൽ എൻ്റെ മനസ്സിനെ അത് പഠിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും. അതെൻ്റെ മനസ്സ് പഠിച്ചാൽ എനിക്കിങ്ങനത്തെ ഗദ്ഗതം വരും. അങ്ങനെ ഗദ്ഗതം വന്നാൽ പിന്നെ ഞാൻ ബാക്കി പറയാൻ ശ്രമിക്കാതെ അവിടെ പോയിരിക്കും. അപ്പോൾ എന്താണ് ഇയാൾ പകുതി വഴിയിൽ നിർത്തിപ്പോയെന്ന് ആർക്കും തോന്നണ്ട. അത് ഈ സന്തോഷത്തിനൊരു ഗദ്ഗത ഉണ്ടാവും. അതെനിക്കൊരു പാരമ്പര്യമാണ്. ഞാൻ കുറച്ചും മുമ്പ് ആരോടെ പറഞ്ഞു, എന്നെ കണ്ട ഒരു ഭയങ്കര അഹങ്കാരിയെ തോന്നുന്നത്. അങ്ങനെ പറയും ആൾക്കാർ. അപ്പം എന്നോടൊരാൾ പറഞ്ഞു, തന്നെ കണ്ട ഭയങ്കര അഹങ്കാരം ഉണ്ട് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ തോന്നിയിട്ട് പറഞ്ഞതാണോ അതോ അനുഭവം കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞോ? അല്ല, ആളുകൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചാൽ മതി. ഞാനൊരു മസിൽ പിടുത്തക്കാരനാണെന്ന് ആൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഗദ്ഗതൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ കാലത്ത് പറഞ്ഞു. കൃത്രിമമായിട്ട് ഗദ്ഗത ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നിർത്തേണ്ടി വരും. എങ്കിലും പറയാൻ ശ്രമിക്കാം. മുഴുവൻ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നോട് 2 ദിവസം മുമ്പ് ഈ സംഘാടകരിൽ ആരോ ചോദിച്ചു, ഉണ്ണിയേട്ടാ എത്ര ആൾ വരും, നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ? ഞാൻ ചോദിച്ചു, നിങ്ങളെന്നോട് ആലോചിച്ചിട്ട് പറഞ്ഞു എന്ന് വെച്ചാലും എത്ര ആൾ വരും, നിങ്ങൾ ക്ഷണിക്കണതിൻ്റെ രീതിക്ക് അനുസരിച്ച് ആളുകൾ വരിക. എന്താ പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയില്ല. ഒരു വിചിത്രമായ ക്ഷണമാണിത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
ഈ വിളിക്കുന്ന ആളുകൾക്ക് ആരെയാണോ വിളിക്കണത് അവരൊന്നും അറിയില്ല. വേറൊരാൾക്ക് വേണ്ടി വിളിക്കുക, ആ വേറൊരാളെ മാത്രമാണ് എല്ലാവരും അറിയുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല. എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ പോണ സ്ഥലത്തുനിന്ന് ആരും വരാതിരിക്കാൻ വഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ കയറി ചെല്ലുമ്പോൾ ഏത് മുഖമാണോ ആ മുഖമാണ് ഞാൻ തിരിച്ചു പോരുമ്പോഴും കാണാറ്. അതിന് അഭിനയമാണോ എന്ന് നമുക്കറിയില്ല. അപ്പം അല്ലാന്ന് ഉറപ്പായിട്ടോ ആളുകളെ കണ്ടോണ്ട്. അപ്പോൾ ആളുകളൊക്കെ ആ രീതിയിൽ നമ്മളെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷം. എങ്കിലും ഈ ക്ഷണിച്ചവർക്ക് നിങ്ങളെ ഒന്നും അറിയാത്തത് കൊണ്ട് ഒരു പക്ഷേ ഞാനൊരു സോറി പറയാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ സ്വീകരിക്കണേൽ അപാകത വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവർക്ക് വേണ്ടി ഒരു സോറിയാ എന്താ പറയണം ഒന്നുണ്ടാവില്ല എന്ന് വിചാരിക്കണം. ഒരു പക്ഷേ ഞാൻ തന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അത് ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്കിങ്ങനെ ഒരു ഇവിടെ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് പേഴ്സണലായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് മാത്രം. ഞാൻ ഈ ആളുകളുടെ പെരുമാറ്റം ഇന്ന് വരണതിനനുസരിച്ച് ആയിരിക്കും. ഇന്നിവിടെ ആരും കണ്ടില്ലെങ്കിൽ അതൊക്കെ ആ ചെല്ലുമ്പോഴത്തെ മാത്രമായിരിക്കും. പ്രസിഡന്റ് പറഞ്ഞു ഞാൻ അങ്ങനെ ഉപകഥയൊക്കെ പറയുന്നത്. എനിക്ക് കഥ പറയാൻ ഇഷ്ടമാണ്. ഒരു സ്വാമി ഒരു അമ്പലത്തിൽ പ്രഭാഷണത്തിന് പോവുക. അപ്പം അദ്ദേഹത്തിന് പകുതി എത്തിയപ്പോൾ വഴി അറിയാതെ. അപ്പം അദ്ദേഹം കമ്മിറ്റിക്കാരനെ വിളിക്കുക, എത്ര ദൂരം ഉണ്ടാവും ആ സ്ഥലത്ത് നിന്നറിയാൻ. ഇപ്പോൾ കമ്മിറ്റിക്കാരൻ ഫോൺ എടുത്തു, 1 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഫോൺ കട്ടായി ഉണ്ടായിരുന്നില്ല. അപ്പം ഈ കമ്മിറ്റിക്കാരൻ മറ്റേ കൂടുള്ള കമ്മിറ്റിക്കാരോട് പറഞ്ഞു, ആ പഹയം ഇവിടെ എത്താറായിരുന്നു. അപ്പം കട്ടാവാത്തതുകൊണ്ട് സ്വാമി ഇവിടെ വന്നിട്ട് പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളെ ഞാനുള്ളപ്പോൾ എന്താ വിളിക്കണേ പഹയെന്നാണെങ്കിൽ അതെന്നെ വിളിച്ചാൽ മതി. എപ്പോഴും ഞാനുള്ളപ്പോൾ സ്വാമിയിൽ നിന്ന് 2 കിലോമീറ്റർ നീളത്തിൽ വിളിക്കുക, ഞാനില്ലാത്തപ്പോൾ പഹയെന്ന് പറയാലേ. അപ്പം ഞാനും അങ്ങനെ എൻ്റെ മനസ്സിലങ്ങനെയാണ്. ഞാനുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറണോ അത് ഞാൻ ഇല്ലാത്തപ്പോഴും പെരുമാറുന്ന എൻ്റെ വിശ്വാസം. എൻ്റെ ഭാഗത്തുനിന്ന് അപാകതമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടാവില്ല. ഇല്ല എന്ന് വിചാരിക്കണം. ഇന്നിവിടെ ആളുകളെ കാണുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ ഈ ഗ്രാമവാസികളോട് എനിക്ക് നന്ദി പറയാൻ പാടില്ല. ആശംസയും പ്രശംസയും ഒന്നും പറ്റില്ല. ഇപ്പം മന്ത്രി പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞുണ്ടാക്കിയതാവുമല്ലോ. അപ്പോൾ നന്ദി പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ തരാൻ പറഞ്ഞിട്ട് എനിക്ക് തന്ന സാധനത്തിന് നന്ദി പറയണ പോലെയാവും. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് എന്നെ അറിയണവർക്കറിയാം. ഞാനിത് എനിക്ക് തരരുത്, ഞാൻ എൻ്റെ യോഗ്യതയാണ് നിങ്ങൾ മാനദണ്ഡമായി എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ അതിന് മാത്രം യോഗ്യനല്ല. നമുക്ക് തന്നെ ഒരു ഉള്ളിൽ കുത്തുണ്ടാവുമല്ലോ. ഏതുപോലെയെന്നറിയോ? ഇപ്പോൾ മന്ത്രി 2-3 കഥ പറഞ്ഞു. ഞാൻ ഈ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കഥ പറയും. ഞാൻ കേട്ടതാണ്. അദ്ദേഹം ഒരു പായ വഞ്ചിയിൽ പോയിട്ട് കായലിൽ രാത്രി സമയത്ത് ഒരു മെഴുകുതിരി കൊളുത്തി പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു അത്ര. അങ്ങനെ ഒരു ദിവസം വായിക്കുമ്പോൾ മെഴുകുതിരി കെട്ടുപോയി. അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ പുറത്ത് ചന്ദ്രൻ്റെ വെളിച്ചം ഇതിൽ കൂടുതലുണ്ടായിരുന്നു അത്ര. അപ്പോൾ ഗ്രാമവാസികൾ ഞാനാണ് ഏറ്റവും യോഗ്യനെ കണക്കാക്കി വെച്ചാൽ പുറത്ത് ചന്ദ്രൻ്റെ വെളിച്ചം വേറെ ധാരാളം ഉണ്ട്. എനിക്കറിയാം, എൻ്റെ കുടുംബത്തിലുണ്ട്, ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ട്, അല്ലാതെ എൻ്റെ ഗുരുനാഥന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പേരിൽ എനിക്കിത് മേടിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവർ വാക്കുമാറ്റി. ഒരു 50 കൊല്ലത്തെ പാരമ്പര്യം 1974 ആരംഭിക്കണം. അപ്പോൾ 2024 50 കൊല്ലമായി. അത് അച്ഛന് കൊടുക്കണം എന്ന് വിചാരിച്ചതാണ്. അത് 50 കൊല്ലത്തിന് അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തനിക്ക് തരുന്നു. അതാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് വാങ്ങാം. അച്ഛൻ അവകാശപ്പെട്ടത് അതിന്നൊരു പകുതി എൻ്റെ അനിയന് കൊടുക്കണം, അത്രയല്ലോ അച്ഛനുള്ളതാണെങ്കിൽ. അച്ഛൻ മരിക്കണതിന് മുമ്പ് പറയും, നീ എന്തെടുക്കണമെങ്കിലും പകുതി അനിയന് കൊടുക്കുക, മുഴുവൻ എടുക്കരുത്. അപ്പോൾ ഒരു സ്വാർത്ഥത എന്ന് നമ്മളെ പഠിപ്പിച്ചില്ല. നമ്മളെ കുടുംബം പഠിപ്പിച്ച പാരമ്പര്യമാണ് നമ്മളിപ്പോൾ കൊണ്ടു നടക്കുന്നത്. നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ പാത പിന്തുടരണം. സത്യത്തിൻ്റെ വഴി തിരക്ക് കുറവാകും. ദുർഘടമാണെങ്കിലും സത്യത്തിൻ്റെ വഴി തിരക്ക് കുറവാകും അത്ര. അപ്പം നമ്മളെ സത്യത്തിൻ്റെ വഴി കൂടെ നടക്കാനാണ് എൻ്റെ കുടുംബം അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെട്ട ആളുകളൊക്കെ. എൻ്റെ ഗുരുനാഥന്മാർ ഭാഗവതം പറയത്ര 24 ഭാഗവതാചാര്യന്മാരൊക്കെ ഉണ്ട് ഇവിടെ. 24 ഗുരുനാഥന്മാരേ ഉള്ളൂ. ഞാൻ എല്ലാ ആളുകളിൽ നിന്ന് എന്നോട് അച്ഛൻ പറയും, ആര് പൂജ കഴിക്കുമ്പോഴും കണ്ട ചീത്തയായാലും വേണ്ടില്ല, നല്ലതായാലും വേണ്ടില്ല. നല്ലതാണെന്ന് അതൊന്ന് സ്വാംശീകരിക്കുക, ചീത്തയാണെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുക. അങ്ങനെയാണ് നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്.
ഏതായാലും ഞാൻ കഥ പറയുന്ന ആളാവുകൊണ്ട് ഒരു കഥയും കൂടിയും പറയാം. ഞാൻ ഈ 50 കൊല്ലത്തെ പാരമ്പര്യം എങ്ങനെ ഉണ്ടായി നമുക്ക്. 2 ദിവസം മുമ്പ് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലൊരു മെസ്സേജ് വായിച്ചു. അപ്പം എനിക്ക് തോന്നി, ഇതൊന്നും പറയാൻ പറ്റിയൊരു മെസ്സേജാണല്ലോ. അദ്ദേഹം പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞാൻ എവിടേക്ക് പോകുമ്പോഴും ഒരു എന്താ പറയുക, യാദൃശ്ചികമായിട്ട് ഇതേപോലത്തെ അവിടെ പറയാൻ പറ്റിയൊരു കഥ എനിക്ക് ആരെങ്കിലും തരും. ഒരു ജയരാജ് മിത്ര, നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, നല്ലൊരു കഥ. ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, മുത്തശ്ശനും പേരക്കുട്ടിയും കൂടി ഒരു മാവിൻ്റെ തൈ നടുക. അപ്പോൾ ഈ പേരക്കുട്ടി ചോദിച്ചു, മുത്തശ്ശ എന്തിനാണ് ഈ ഇങ്ങനത്തെ മാവൊക്കെ നടണം? ഒരു 3 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കണം മാവില്ലേ, അത് നട്ടാൽ പോരെ? അപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, നിനക്ക് എന്താ ഒട്ടുമാവാണോ അധികം ഇഷ്ടം? ഇയാൾ പ്രത്യേകിച്ച് മറുപടി പറഞ്ഞില്ല. അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ ഈ മാവ് ഉണ്ടല്ലോ 15 കൊല്ലം 25 കൊല്ലം വരെയൊക്കെ സമയമെടുക്കും ഇത് കായ്ക്കാൻ. അപ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിച്ചു, എനിക്കൊരു 35 വയസ്സാവും. അപ്പോൾ മുത്തശ്ശൻ ഈ കുട്ടി ആലോചിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു, നീ ആലോചിച്ചത് എൻ്റെ വയസ്സല്ലേ, ഈ മാവിൻ്റെ മാങ്ങ തിന്നണമെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചാലേ എനിക്ക് ഈ മാങ്ങ തിന്നാൻ സാധിക്കുള്ളൂ. അപ്പം അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഞാൻ നട്ട മാവ് എന്തൊരു സാധനമാണെങ്കിലും എനിക്ക് മാത്രം നീ തിന്നണ മാങ്ങ നീ നട്ട മാവിൻ്റെ അല്ലല്ലോ, ഇന്നലെ ആരോ നട്ട മാവല്ലേ. അവർക്ക് നമുക്ക് കടം വീട്ടാൻ അവർ ജീവിച്ചിരിക്കുന്നില്ല. എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത തലമുറയ്ക്ക് എന്താണ് കൊടുക്കാൻ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് തിരിച്ചു കൊടുത്തു പോകണം. അങ്ങനെയാണ് നമ്മൾ കടം വീട്ടേണ്ടത്. നല്ലൊരു മെസ്സേജ്. ഈ 3 കൊല്ലം കൊണ്ട് കായ്ക്കണ മാവാണെങ്കിൽ അതിൻ്റെ കോശങ്ങൾ 3 കൊല്ലം ജീവിക്കാനുള്ള ആയുസേ നമുക്ക് തരുള്ളൂ. 25 കൊല്ലം കൊണ്ടോ 50 കൊല്ലം കൊണ്ടോ ഈ മരത്തിൻ്റെ ആളുകൾ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇവിടെ, ആളോട് ചോദിച്ചാൽ അയാൾ പറയും, ഒരു മരം ഭൂമിയിൽ ജീവനോടെ ഒരു മരം എത്ര കാലം നിന്നു, ആ മരം മരിച്ചിട്ട് അല്ലെങ്കിൽ വെട്ടിയതിന് ശേഷം ഒരു ഉരുപ്പിടിയായ അത്ര കാലേ നിൽക്കുള്ളൂ. ഏതായാലും ഈ ഒരു മെസ്സേജ് എനിക്ക് ഇഷ്ടമായി തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ ഇന്ന് അല്ലെങ്കിൽ നമ്മളിന്ന് അനുഭവിക്കണത് ഇന്നലെ ആരോ ചെയ്തു വെച്ച് പോയതാണ്. നമുക്ക് നാളേക്ക് അനുഭവിക്കാനുള്ളത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ കർമ്മത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ ഒരു സംസ്കൃത പരീക്ഷ എഴുതി. അന്ന് എനിക്ക് അത്രയൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അന്ന് ഈ യൂണിവേഴ്സിറ്റിയുടെ എംബളത്തിൽ ഒരു ആപ്തവാക്യമുണ്ട്, അതെന്താണെന്ന് എഴുതാനായിരുന്നു. ആർക്കറിയണം, നമുക്കറിയില്ല. പിന്നീട് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയണ്ടാവും, നിർമ്മായ കർമ്മണാശ്രീ, കർമ്മം കൊണ്ട് ശ്രീ ഉണ്ടാക്കാൻ സാധിക്കും. പൂജയാവുന്ന കർമ്മം കൊണ്ടല്ല ശ്രീ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്ത് കർമ്മമാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയാണെങ്കിൽ ഒരു പുരസ്കാരം, എത്ര പുരസ്കാരം കിട്ടിയെന്നുള്ളതൊന്നും അല്ല ഒരാളെ മഹാനാക്കണത്. കുറേ ശിഷ്യന്മാരുണ്ട് വെച്ചിട്ട് ഒരു ഗുരുനാഥൻ കേമനാവണില്ല. അവനവൻ ചെയ്യണ പ്രവൃത്തിയിൽ ഏത് പ്രവൃത്തി ചെയ്താലും കുഴപ്പമില്ല, അതിന് ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക്. എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ അവാർഡ് വാങ്ങുകയാണ്, കൂടുതൽ നേരമൊന്നും പ്രസംഗിക്കരുത്, കുറച്ചേ പറയാവൂ. അതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം പ്രസംഗിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തായാലും ഈ സ്വീകരണത്തിന് ഗദ്ഗതൊന്നും തൽക്കാലം വന്നില്ല, അവസാനം വന്നുള്ളൂ. എന്തായാലും സന്തോഷം, വളരെ വളരെ സന്തോഷം. ഇതിൽ കൂടുതൽ എന്താ പറയുക, ഒന്നും പറയാൻ എനിക്കില്ല. അപ്പോൾ ആചാര്യസ്വാമികളുടെ ഒരു വാക്യം ഇവിടെ സമർപ്പിച്ചുകൊണ്ട്, കാമക്രോധമോഹാശ ദേഹേ തിഷ്ഠതി തസ്കര. കാമക്രോധമോഹങ്ങളാണ് നമ്മളെ ശരീരത്തിലുള്ള കള്ളന്മാർ. എന്തിനാ അവർ വരണേ? ജ്ഞാനരത്നാപഹാരായ തസ്മാൽ ജാഗ്രത ജാഗ്രത. നമ്മളെ ജ്ഞാനത്തിനെ അപഹരിക്കാനാണ് ഈ കള്ളന്മാരൊക്കെ വരണത്, കാമക്രോധമോഹങ്ങളൊക്കെ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇത്തരം വേദികൾ ഉണ്ടാവാനും ഞാൻ ഉണ്ടാക്കിയതല്ല, എന്തായാലും ഉണ്ടാവാനും ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഒരു എന്തെങ്കിലും ആദരവ് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ നമ്മളോടൊക്കെ പറയും, അസമ്മാനാൽ ലഭതേ കീർത്തി സമ്മാനാൽ ക്ഷയതേ തപ. അസമ്മാനം, വിമർശനക്കാർക്ക് ശമ്പളം കൊടുക്കണം നമ്മൾ പറയും. നമ്മളെ സ്തുതിക്കണ ഒരു ആവശ്യത്തിന് സ്തുതിക്കുകയല്ല, വിമർശകർക്ക് ശമ്പളം കൊടുത്ത് കൂടെ നിർത്തണം എന്നാണ് പറയാം. അപ്പോൾ ഒരു സമ്മാനം ലഭിച്ചതുകൊണ്ടോ ഒരു പുരസ്കാരം കുറേ ലഭിച്ചതുകൊണ്ടോ ഒരാളും കേമനാവെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഒരു മോഹമുള്ള 2 ആളുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയാം. എൻ്റെ ഗുരുവായൂർ ശാന്തിയുടെ മോഹം എനിക്ക് ഭയങ്കര വിഷമമുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അച്ഛൻ 3 പ്രാവശ്യം ശാന്തി ഉണ്ടായാളാണ്. അപ്പോൾ ഒരു കാരണമില്ലാതെ നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുക. ഒരു പക്ഷേ ഇന്ന് എനിക്ക് ഈ പുരസ്കാരം ലഭിച്ച് വളരെ വളരെ സന്തോഷമുണ്ട്. എങ്കിലും ഈ പുരസ്കാരം ആ ശാന്തിക്ക് ഒരു സഹായമായി മാറുമെങ്കിൽ ഏറ്റവും അധികം സന്തോഷം അതിലുണ്ടാവും. അതിന് ഞാൻ ഇവിടെ മന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ അപേക്ഷ. അദ്ദേഹത്തിന് അതിന് എന്തെങ്കിലും, ഞാൻ പ്രസിഡൻറ്റിനോട് സമ്മതം ചോദിച്ചിട്ടാണ് ഇതൊക്കെ പറയണത്. ഇതൊക്കെ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞോളൂ,
ഞാൻ ഇതിനു മുമ്പേ മന്ത്രിയോട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു വേദിയിൽ ഒരവസരം കിട്ടിയല്ലേ പറയൂ. അപ്പം ഞാൻ ഇനി നാളെ മാറ്റി പറയില്ല എന്നുള്ളൊരു ഉറപ്പിൽ ഞാൻ എപ്പോഴും പറയാണ്. ഞാൻ അദ്ദേഹത്തിനോട് സമീപിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഈ 6 മാസത്തെ 1 രൂപ പോലും വേണ്ട, എനിക്ക് 1 രൂപ വേണ്ട. എനിക്ക് തന്ത്രമുള്ള എല്ലാ അമ്പലങ്ങളിലും ഈ പൈസ സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 ഉറുപ്പ്യ ഞാൻ എടുക്കില്ല. ആർക്ക് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു മോഹം ഈ ഒരു വേദി എന്ന് പറയണത്, ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കാനായിരുന്നു എനിക്ക് മോഹം. ആ വേദിയിൽ നമ്മളെ ക്ഷേത്രങ്ങളിൽ ഇത് സമർപ്പിക്കാനായിരുന്നു മോഹം. അത് നടക്കുന്ന ഗോപിയേട്ടൻ എന്തായാലും എൻ്റെ മുഖശ്രീ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് മുഖസ്തുതി ആവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ അദ്ദേഹം ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മാത്രം മോഹമല്ല, അദ്ദേഹം പൂജിച്ച ദേശം പൂജിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രി ചടങ്ങുകളെല്ലാം നോക്കുന്ന ഒരുപാട് ദേശത്തിലെ ആയിരക്കണക്കിന് ആളുകളുടെ മോഹമാണ് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പൂജിച്ച് നട തുറന്ന് കാണുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റുവാൻ കഴിയട്ടെ. കാരണം അത് ന്യായമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് അങ്ങയ്ക്കൊക്കെ ഇടപെടുന്നതിൻ്റെ മാക്സിമം അങ്ങോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ഇനിയും ആ ശ്രമം തുടർന്നുകൊണ്ട് അദ്ദേഹത്തിനെ ആ ശ്രീകോവിലിനുള്ളിൽ അദ്ദേഹം ഗുരുവായൂരപ്പനെ പൂജിക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ചടങ്ങ് ഇവിടെ പൂർത്തിയാവുകയാണ്, നന്ദി പ്രകടനത്തോടുകൂടി പൂർത്തിയാവുകയാണ്. ഇതേപോലെ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കണ്ണ് നിറഞ്ഞ് ഞാനിതുവരെ കണ്ടിട്ടില്ല. ആ കണ്ണ് നിറയാൻ, ആ കണ്ണുനീര് മുഴുവൻ സ്നേഹമാണ്, അത് മുഴുവൻ സ്നേഹം മാത്രമാണ്. അപ്പോൾ ആ സ്നേഹം ഇവിടെ ഒഴുകിയത്, അതിന് കാരണക്കാർ തൃത്താമര ബ്രാഹ്മണ സമൂഹമാണ്. കാരണം നിങ്ങൾ 10-30 അമ്പലങ്ങൾ ചിന്തിക്കുന്നതിനേക്കാട്ടിലും മുമ്പ് ചിന്തിച്ചു, അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനെ അംഗീകരിക്കാൻ തീരുമാനിച്ചു, അദ്ദേഹത്തിന് ഒരുപാട് സ്നേഹം കൊടുത്തു, അദ്ദേഹത്തിന് ഒരുപാട് ആദരവ് കൊടുത്തു. ഈ തൃത്താമര ഒരു ചെറിയ ഗ്രാമമാണ്, ഞാൻ പോയി കണ്ടതാണ്, ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിലെ വളരെ സ്നേഹമുള്ള കുറച്ച് കുടുംബങ്ങൾ, അവരുടെ ഒത്തൊരുമയും ആ സ്നേഹവും ഒക്കെ നമ്മൾ കണ്ടതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ശ്രീ മുരളി പറഞ്ഞ പോലെ നിങ്ങൾക്കെല്ലാം ഒരു വലിയ നന്ദിയും നമസ്കാരവും. ഉണ്ണിയെ സ്നേഹിക്കുന്ന, ഉണ്ണി നമ്പൂതിരിപ്പാടിനെ വളരെ ബഹുമാനിക്കുന്ന ഒരുപാട് ആയിരങ്ങളുണ്ട്. അവരുടെ എല്ലാം പേരിൽ ഇവിടെയുള്ള അദ്ദേഹത്തിനെ അറിയുന്ന, അദ്ദേഹത്തിനെ മനസ്സിലാക്കിയുള്ള എല്ലാവർക്കും വേണ്ടി ഒരു വലിയ നന്ദി തൃത്താമര ഗ്രാമസമൂഹത്തിനോട് അർപ്പിച്ചുകൊണ്ട് ഞാൻ നന്ദി പ്രകാശത്തിനായി ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ നമസ്കാരം. പാണ്ഡിത്യവും അനുഭവജ്ഞാനവും നിറഞ്ഞ സുദീർഘമായ പ്രസംഗത്തിനൊടുവിൽ സഭാകമ്പമുള്ള എന്നെ ഇതുവരെ ഇരിപ്പിടത്തിൽ നിന്നും അനങ്ങാത്ത നിങ്ങളെ മുഷിപ്പിക്കില്ല എന്നുള്ളത് കൊണ്ടാവാം നന്ദി പ്രകാശിപ്പിക്കാനുള്ള ചുമതല എന്നിൽ അർപ്പിച്ചത്. തൃത്താമര ഗ്രാമവും അണ്ടലാടി മനയുമായുള്ള സുദൃഢമായ ബന്ധം ഏകദേശം 50 വർഷത്തോളം പഴക്കമുള്ളതാണ്. 1974 കുംഭാഭിഷേകം നടത്തുവാൻ ഗ്രാമത്തിലുള്ള യുവാക്കൾ തീരുമാനിച്ചപ്പോൾ ഇപ്പോൾ ഉണ്ണിയേട്ടൻ്റെ യശസ്വരനായ പിതാവ് ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാടിനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ കുംഭാഭിഷേകം നടത്തുകയും ചെയ്തു. തുടർന്ന് 94-ലും 2006-ലും 2019-ലും കുംഭാഭിഷേകം ഗ്രാമത്തിൽ നടത്തി. 2000 ആണ്ട് നടന്ന ധ്വജപുനഃപ്രതിഷ്ഠ ചടങ്ങിലാണ് ശ്രീ ഉണ്ണി നമ്പൂതിരി ആദ്യമായി മുഖ്യ ചുമതലക്കാരനായി ഗ്രാമത്തിൽ ചടങ്ങുകൾ നിർവഹിച്ചത്. ഗ്രാമത്തിൻ്റെ ആത്മീയമായ പുരോഗതിക്കും എല്ലാ സംശയ നിവാരണത്തിനും ഞങ്ങൾ ഉണ്ണിയേട്ടനെ ആശ്രയിക്കാറുണ്ട്. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണനാവുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് അദ്ദേഹം പലപ്പോഴായി നിർദ്ദേശങ്ങളും നൽകാറുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ തൻ്റെ മകനെ ആദരിക്കുന്ന ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തിയ അമ്മ ശ്രീമതി ഭദ്ര അന്തർജനം അവർക്ക് നന്ദി പറയുന്നത് ഉചിതമാവുമോ എന്നറിയില്ല. എന്നാലും
ഔപചാരികളുടെ പേരിൽ ഞാൻ അവർക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ പ്രാർത്ഥനാഗീതം ആലപിച്ച് നമ്മൾ ഭക്ത്യാദരം നിറച്ച നമ്മുടെ ഭാഗവതാചാര്യൻ കൂടിയായ ശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവർക്ക് നന്ദി അറിയിച്ചുകൊള്ളുന്നു. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സ്വീറ്റ് ആൻഡ് ഷോർട്ട് പ്രസൻറ്റേഷനിലൂടെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീകുമാർ തൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു ആഡിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഞങ്ങളുടെ സംഘാടക സമിതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ ഇവർ ജോബ് ഈസ് ഡൺ എന്ന് പറയുന്നത് പോലെ, കൺസിഡർ യുവർ ജോബ് ഈസ് ഡൺ എന്ന് പറയുന്നത് പോലെ ഞങ്ങളിൽ വലിയ ആത്മവിശ്വാസം അദ്ദേഹം നൽകി. അദ്ദേഹത്തിനും നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇവിടെ പരിചായകം അവതരിപ്പിച്ച ശ്രീ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട് അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച് നമ്മുടെ എല്ലാം പരിചിതനായ അതിലുപരി മനുഷ്യസ്നേഹിയായ മലബാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശ്രീ MR മുരളി അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഈ ചടങ്ങിൻ്റെ തൻ്റെ ഔദ്യോഗികമായ എല്ലാ തിരക്കുകൾക്കിടയിലും ഈ ചടങ്ങിൽ പങ്കെടുത്ത് നമ്മളിൽ ഒരാളായി ഇവിടെ വന്നിരുന്ന് ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട കേരള സർക്കാർ ദേവസ്വം ബോർഡ് മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ അവർക്ക് പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അനുഗ്രഹ ഭാഷണത്തിലൂടെ നമ്മളെ അനുഗ്രഹീതരാക്കിയ ശ്രീ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അവർക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഉണ്ണിയേട്ടനെ ആദരിക്കാൻ മുൻകൈയെടുത്ത, പ്രത്യേകമായി ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ പ്രവർത്തിച്ച എല്ലാവരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല. എന്നാലും ഈശ്വർ, ആനന്ദ്, മഹേഷ്, ഗ്രാമത്തിലെ യുവജനങ്ങൾ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഏറ്റവും നമ്മുടെ സ്വന്തം അഹങ്കാരമായ, സ്വകാര്യ അഹങ്കാരമായ ഇവിടെ അനുഗ്രഹ ഭാഷണം നടത്തിയ, ആശംസ അർപ്പിച്ച നമ്മുടെ എല്ലാം സ്വന്തമായ ശ്രീ ഗോപിയേട്ടന് പ്രത്യേകമായി നന്ദി പറയേണ്ടതില്ല. ഞങ്ങൾ തൃത്താമരക്കാരിൽ ഒരാളാണ് അദ്ദേഹം. എന്നാലും ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഈ ചടങ്ങ് ഗംഭീരമാക്കിയ എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും സംഘാടക സമിതിയുടെ പേരിലും തൃത്താമര ഗ്രാമ ബ്രാഹ്മണ സമൂഹത്തിന് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ ഈ ഓഡിറ്റോറിയം നമുക്ക് അനുവദിച്ച് നൽകിയ എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ സുരേഷ്, അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നാന്ദി കുറിച്ച ഉണ്ണിയേട്ടൻ്റെ അമ്മയെ ഒന്ന് ആദരിക്കാനായിട്ട് ശ്രീ ഈശ്വർ ഗണേഷ് രണ്ടുപേരെയും ക്ഷണിക്കാം. ഈ ചടങ്ങിന് ആദ്യന്തം ഉത്സാഹത്തോടുകൂടി നിന്ന ബാബുവേട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന ശ്രീകുമാർ സാർ, അദ്ദേഹത്തെ കൂടി ഒന്ന് ആദരിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഗ്രാമം പ്രസിഡന്റ് ആ കർത്തവ്യം നിർവഹിക്കും. ദയവായി മുന്നിലേക്ക് വരാൻ പ്രാർത്ഥിക്കുന്നു. തൃത്താമര ഗ്രാമം പ്രസിഡന്റ് TN കൃഷ്ണൻകുട്ടി അവർകളെ വിനീതും വെങ്കടേഷും ചേർന്ന് ആദരിക്കുന്നു. മധുരമായ വയലിൻ കച്ചേരിയും അരങ്ങേറാൻ പോകുന്നു. ശ്രീമാൻ TH സുബ്രഹ്മണ്യം അവർകളാണ് കച്ചേരി അവതരിപ്പിക്കുന്നത്. കച്ചേരിയും ആസ്വദിക്കാൻ ഏവരോടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. വിനീത്, ഈശ്വർ എന്നിവർ ഭാഗവതാചാര്യൻ ശ്രീ വെള്ളിനേഴി ഹരികൃഷ്ണൻ അവരെ ആദരിക്കുന്നു.
വേദിയിൽ ഇപ്പോൾ ശ്രീ ടി എച്ച് സുബ്രഹ്മണ്യം അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി അരങ്ങേറുന്നതാണ്.